ശ്രീലങ്കയിലെ ശക്തി TV-യിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് 8 വർഷം ശ്രീലങ്കയിൽ. അത് യുദ്ധകാലമാണെന്ന് ആലോചിക്കണം. എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് പോകുന്നതിനിടയിൽ പലതവണ വാഹനം തടഞ്ഞ് പട്ടാളക്കാർ അടിവസ്ത്രം പോലും അഴിച്ച് പരിശോധിക്കുന്ന യുദ്ധ സാഹചര്യമാണ്. ആശുപത്രി കിടക്കയിലായിരുന്നപ്പോൾ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ പോലും ഫീസിബിലിറ്റി ഇല്ല എന്ന രീതിയിൽ മാരകമായ അവസ്ഥയിൽപ്പെട്ടപ്പോൾ മരണം ഉറപ്പാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞൊരവസ്ഥ ഉണ്ടായിരുന്നപ്പോഴും മനുഷ്യ സമൂഹത്തിനെ വല്ലാതെ കണ്ട് ബാധിച്ച ഒരു വിഷം നമ്മളിൽ നിന്ന് അകറ്റി നിർത്തുക എന്നതേ ഉള്ളൂ. ആ വിഷം വലിയ അപകടകരമാണ്. എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാനോ അവനവനെ മനസ്സിലാക്കാനോ ഒക്കെ നമ്മൾ മെനക്കെടുന്നത്? വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ആഴത്തിൽ അറിവുള്ള എത്രയോ മനുഷ്യർ ചേർന്ന് മനോഹരമാക്കുന്നതാണ് ഈ ലോകം. കാരണം നായയോട് നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല. നായയ്ക്ക് നമ്മൾ ഐൻസ്റ്റീൻ്റെയും ഗാന്ധിയുടെയും കഥ പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ വേദന അറിവല്ലേ? പൂണൂലിൽ തെരിപ്പിടിച്ച് തളർന്നുപോയ പുരുഷ വിരലുകൾക്ക് എത്താൻ പറ്റില്ല ആ വട്ടപ്പൊട്ടിൻ്റെ ഉയരങ്ങളെ. മറ്റൊരാൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ കഴിയുന്ന മനസ്സിൻ്റെ ഉടമയുടെ പേരാണ് വിജയ്. നിങ്ങൾ ഈ വിചാരിക്കുന്നതിനെ കുറിച്ച് ബോധം എന്തിനാ? അല്ലെങ്കിൽ എന്തിനാണെന്നേ നമ്മൾ വിചാരിക്കുക, മറ്റുള്ളവർ വിചാരിക്കുക, അതിനൊക്കെ കാര്യം എന്തോ? ഞാൻ ഈ മനസ്സിൽ ആക്കുന്നതാണ് ഏറ്റവും വലിയ മാനസിക രോഗം. വീണുപോയവന്റെ തിരിച്ചുവരവിന് ദേശീയോത്സവം എന്ന് പ്രഖ്യാപിച്ച ഈ ലോകത്തിലെ ഒരേ ഒരു ജനതയുടെ പിൻപറ്റുന്നവനാണ് ഞാൻ. വീണുപോയവന്റെ മടങ്ങിവരവിനേക്കാൾ വലിയ ആഘോഷമില്ല എന്ന് പ്രഖ്യാപിച്ചതാണ് മലയാളി. മൈൻഡിൽ നിന്ന് നമ്മൾ സ്വാഗതം ചെയ്യുന്നത് അറിവിലെ കലാരൂപങ്ങൾക്ക് മാറ്റിയ ബുദ്ധിയെ കൊണ്ട് മനുഷ്യ ഹൃദയങ്ങളെ കണക്ട് ചെയ്യുക, കേരളം ഉറ്റുനോക്കുന്ന അപൂർവ പ്രതിഭ ശ്രീ GS Reddy. നമസ്കാരം. ഒരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം മലയാളം, തമിഴ്, തെലുങ്ക്, ശ്രീലങ്ക, ന്യൂസിലൻഡ്, അമേരിക്ക, UK തുടങ്ങിയ രാജ്യങ്ങളിൽ നടന്നു വന്നു. അശ്വതം പരിപാടിയിൽ 25ാമത്തെ വാർഷികം നടത്തുന്നു. ആ ഒരു അപൂർവ നിമിഷത്തിന്റെ നിറവിലാണ് അദ്ദേഹത്തിനോട് മൈൻഡിലേക്ക് സംസാരിക്കുന്നത്. സാധാരണ ഇതൊക്കെയൊന്ന് ചോദ്യങ്ങൾ പുറത്ത് നിൽക്കുന്ന ആളുടെ മനസ്സിന്റെ ചെപ്പിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഉത്തരം വളരെ ഈസി ആയിട്ട് സാർ പുറത്തെടുക്കുന്നു. ഇത് തുടങ്ങിയത്, ഇത് ആരംഭിച്ചത് ഒരു ക്യൂരിയോസിറ്റി നിന്നാണോ അതോ ചൈൽഡ്ഹുഡിലുണ്ടായ ഒരു ഇമോഷണൽ ഒരു ഹാങ് ഓവറിൽ നിന്നാണോ ഇതിന്റെ ഒരു തുടക്കം വരുന്നത്? അടിസ്ഥാനപരമായി അശ്വമേധവും മനസ്സിനകത്തൊളിപ്പിച്ചു വെച്ചത് കണ്ടെത്തുക എന്ന സംഗതിയുമായി എത്ര കണ്ട് പൊരുത്തപ്പെടുന്നു എന്നെനിക്ക് സംശയമുണ്ട്. അശ്വമേധം ഒരു മാജിക്കോ ഒരു മൈൻഡ് ഗെയിമോ ഒന്നുമല്ല. അത് അടിസ്ഥാനപരമായി അറിവും ഓർമ്മശക്തിയും അതിനേക്കാൾ ഉപരിയായി അനാലിറ്റിക്കൽ ഡിഡക്ഷനും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രക്രിയയാണ്. സ്വാഭാവികമായും വിദേശ രാജ്യങ്ങളിലെ കുറ്റാന്വേഷണ വിഭാഗങ്ങളിലൊക്കെ അനാലിറ്റിക്കൽ ഡിഡക്ഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. ചോദ്യങ്ങളിലൂടെ ഒരു ഉത്തരത്തിലേക്ക് എത്തുക എന്ന പതിവ് രീതിയിൽ നിന്നും ഉത്തരങ്ങൾ വഴി ഒരു കൃത്യമായ ചോദ്യത്തിലേക്ക് എത്തുക എന്നതിൻ്റെ രൂപീകരണമാണത്. ലോകത്തിൻ്റെ ഒരു വലിയ ഗ്ലോബിനെ അല്ലെങ്കിൽ ഒരു വലിയ ഗോളത്തിനെ 10-20 ചോദ്യങ്ങൾ കൊണ്ട് ചുരുക്കി ഒരു ബിന്ദുവിലേക്ക് എത്തിച്ചേരുന്ന ഒരു ഡിഡക്റ്റീവ് അനാലിസിസ് ആണ് അശ്വമേധം എന്ന് പറയുന്നത്. അത് 25 വർഷമാകുന്നു തുടങ്ങിയിട്ട്. തുടക്കകാലം സ്വാഭാവികമായും സ്കൂൾ കാലം മുതലേ കൂട്ടുകാരോടൊപ്പം ഞാൻ രൂപം കൊടുത്ത് ഇങ്ങനെ കളിച്ചിരുന്ന ഒരു കളിയാണ്. പലപ്പോഴും അതൊക്കെ എനിക്ക് തോന്നുന്നു 8-ലോ 9-ലോ ഒക്കെ ജിയോഗ്രഫി ക്ലാസ്സുകളിൽ ഈ മാപ്പ് പ്രൊജക്ഷൻസ്, ഭൂപ്രക്ഷേപങ്ങളുണ്ട്. അസിമുത്തൽ, ബോൺ, മെർക്കാറ്റർ എന്നിങ്ങനെ. ഇതിൽ ഓരോ മാപ്പ് പ്രൊജക്ഷൻസിനും 3-4 സാലിയൻ ഫീച്ചേഴ്സ് കാണും. ABC എന്നിവ ഉണ്ടെങ്കിൽ അത് അസിമുത്തലാണ്, Aയും Bയും Dയുമാണുള്ളത്, C ഇല്ല എങ്കിൽ അത് മെർക്കാറ്റർ ആണ് എന്നിങ്ങനെയുള്ള കാറ്റഗറൈസേഷൻ ഉണ്ട്. അതിനുവേണ്ടിയാണ് അത്തരം അനാലിറ്റിക്കൽ ഡിഡക്ഷൻ മനസ്സിൽ ചിന്തിച്ചു തുടങ്ങിയത് കുട്ടിക്കാലത്ത്. പക്ഷെ കുഞ്ഞിലേ മുതൽ വായന താല്പര്യമുള്ളത് കൊണ്ടും വായിക്കുമ്പോൾ ഏറെ കൂടുതലായി മനസ്സിൽ കടന്നു വരുന്നത് മനുഷ്യരും കഥാപാത്രങ്ങളുമായതുകൊണ്ടുമാണ് അത് അശ്വമേധം എന്ന വിപരീത സമസ്യയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ 15ാമത്തെ വയസ്സിൽ ആകാശവാണിയിലാണ് മാധ്യമപ്രവർത്തനം ആരംഭിക്കുന്നത്. അന്ന് ചെയ്തിരുന്ന പരിപാടി ഇന്ന് ചെയ്യാനുള്ള ശേഷിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകണമെന്നില്ല. അന്ന് ദൂരദർശനൊക്കെ വന്നു തുടങ്ങുന്ന കാലം. അത് ഇന്നത്തെ തലമുറയിലുള്ളവർക്ക് അറിയുന്ന ഒരു പരിപാടിയുമായിരുന്നില്ല. പക്ഷെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇപ്പോഴും അത് കേട്ടിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്, പ്രായമുള്ളവർ. അതാരെങ്കിലും ആകസ്മികമായി മലയാളത്തിലൊരു വിഷയം പറയും,
ആ പറയുന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ആവർത്തിക്കാതെ, വിൽക്കാതെ, മുക്കാതെ, മൂളാതെ, വ്യാകരണ തെറ്റോ ആവർത്തന വിരസതയോ ആംഗലേയ പദങ്ങളോ ഇല്ലാതെ വളരെ വേഗത്തിൽ അനുസ്യൂതതയോടുകൂടി വാചാലത വൈഭവ നിർണയം തെളിവാക്കുന്ന രീതിയിൽ വൈയക്തിക അനുഭവങ്ങളുടെ ആഴക്കങ്ങളിലേക്ക് മുങ്ങി കൈക്കുടന്നെങ്കിൽ മുത്തുകളെ വാക്കുകളാക്കി മാറ്റി സംശീകരിച്ചുകൊണ്ട് പങ്കുവയ്ക്കുന്ന ഒരു വാചാലത വൈഭവ നിർണയ പരിപാടിയായിരുന്നു 15-ാമത്തെ വയസ്സിൽ അവതരിപ്പിച്ചിരുന്നത്. അപ്പൊ അത് അങ്ങനെ തുടങ്ങിയതാണ് മീഡിയ കരിയർ. പിന്നീട് സ്വാഭാവികമായും ദൂരദർശനിലേക്ക് വരികയും ദൂരദർശൻ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ദൂരദർശന്റെ വിവാദ പർവം എന്ന ടോക്ക് ഷോയുടെ അവതാരകനായിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് അശ്വമേധം ആരംഭിക്കുന്നത്. 28 വയസ്സാകുന്ന സമയത്താണ് ഈ ഗ്രാൻഡ് മാസ്റ്ററായി മാറുന്നത്. അപ്പൊ അതുകൊണ്ട് അശ്വമേധം മലയാളത്തിൽ 5000-ഓളം എപ്പിസോഡുകൾ പിന്നിട്ട സമയത്താണ് തമിഴിലേക്ക് ക്ഷണം ലഭിക്കുന്നതും സ്റ്റാർ വിജയിൽ 3 വർഷത്തോളം അവതരിപ്പിച്ചു. ആ സമയത്താണ് ശ്രീലങ്കയിലെ ശക്തി TV-യിൽ അവതരിപ്പിക്കാൻ ക്ഷണം. 8 വർഷം ശ്രീലങ്കയിൽ. അത് യുദ്ധകാലമാണെന്ന് ആലോചിക്കണം. അന്ന് എയർപോർട്ട് പോലീസ് ഇല്ല ശ്രീലങ്കയിൽ, പട്ടാളമാണ്. എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് പോകുന്നതിനിടയിൽ പലതവണ വാഹനം തടഞ്ഞ് പട്ടാളക്കാർ അടിവസ്ത്രം പോലും അഴിച്ച് പരിശോധിക്കുന്ന യുദ്ധ സാഹചര്യമാണ്. വേലുപ്പിള്ള പ്രഭാകരൻ ജീവിച്ചിരിക്കുന്ന കാലമാണ് അത്. പക്ഷെ 8 വർഷം പിന്നീട് ആ അശ്വമേധത്തിന്റെ കാലത്തിലൂടെ തന്നെയാണ് യുദ്ധം അവസാനവും എല്ലാം കാണുന്ന ട്രാൻസിഷൻ പീരിയഡും ഒക്കെ കാണുന്നത്. തുടർന്നാണ് ശ്രീ ജഗ്മോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന ജഗൻ അദ്ദേഹത്തിന്റെ ചാനലിൽ തെലുങ്കിൽ അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം. ഒപ്പം മിഡിൽ ഈസ്റ്റിലും അമേരിക്കയിലും UK യിലും ഓസ്ട്രേലിയയിലും ഒക്കെ വിവിധ രാജ്യങ്ങളിൽ ലൈവായി അവതരിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അശ്വമേധത്തിന്റെ പുതിയ സീസൺ കൈരളി TV-യിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഔദ്യോഗിക തിരക്കുകൾ കാരണം പിന്നെ തുടർച്ചയായ ദിവസങ്ങൾ ചാനലിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലല്ലോ ഇപ്പോൾ. അല്ലാത്ത പ്രോഗ്രാമുകളുണ്ട്. എൻ്റെ ക്വിസിംഗ് വിത്ത് ഗ്രാൻഡ് മാസ്റ്റർ എന്ന ഫേമിന്റെ ഭാഗമായി മാസം ഒരു 8-10 ക്വിസ് ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ ഷോസ് ഉണ്ട്, പ്രസംഗങ്ങളുണ്ട്. അപ്പോൾ മാത്രമല്ല ഇപ്പോൾ അങ്ങനെ ടെലിവിഷൻ വീട്ടിലിരുന്ന് കാണുന്നവരല്ലോ, ഗാഡ്ജറ്റുകളിലൂടെ ആണല്ലോ കൂടുതൽ ഷോകളെല്ലാം അതിലുണ്ട് താനും. സാമ്പത്തികമായും അതാണ് കുറച്ചുകൂടി കുറഞ്ഞ സമയം കൂടുതൽ പൈസ എന്നുള്ളത് സ്റ്റേജുകളിലാണ് എന്നുള്ളതൊക്കെ ഉണ്ട് കാരണം. പിന്നെ എഴുത്തും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഈ മൾട്ടി ഫേസറ്റഡ് ആയി പോകുമ്പോൾ നമുക്ക് ഒന്നിൽ മാത്രമായി ഒതുങ്ങിക്കൂടാൻ കഴിയുകയില്ല. ബട്ട് സ്റ്റിൽ അശ്വമേധം ലൈവായും ഷോ ചെയ്യുന്നുണ്ട്. അതെ, ഇപ്പൊ 25 വർഷം പൂർത്തിയാവുകയാണ്. ജൂണിൽ ആണ് 25 വർഷങ്ങൾക്ക് മുമ്പ് ജൂൺ 25-നാണ് സഹ VK നായനാറുമായ അശ്വമേധത്തിന്റെ ആദ്യത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. 25 വർഷങ്ങൾക്ക് ഇപ്പുറവും ലോകത്തിൽ ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളിലും അത് ഞാൻ മാത്രമാണ് അവതരിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ എന്നതല്ല, മലയാളി എന്നുള്ളതാണ് എനിക്ക് ആഹ്ലാദം. കാരണം കേരളത്തിൽ ജനിച്ച ഒരു പ്രോഗ്രാമാണ് ആൻഡ് ഇറ്റ്സ് എ മൊണോപ്പൊളൈസ്ഡ് പ്രോഗ്രാം. മറ്റാരും അനുകരിച്ചിട്ടില്ലാത്ത മലയാളത്തിന്റെ സ്വന്തം വൈജ്ഞാനിക വിപ്ലവമായിരുന്നു. ശ്രീ V കൃഷ്ണകുമാറിന്റെ ഭാഷ കടമെടുത്താൽ ഇറ്റ് വാസ് ആൻ അറ്റംപ്റ്റ് ടു കൺവേർട്ട് ദ ഇഡിയറ്റ് ബോക്സ് ടു ഇന്റലിജന്റ് ബോക്സ്. അങ്ങനെ ഒരു റിനൈസൻസ് ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമാണ്. അതിന്റെ 1/4 നൂറ്റാണ്ടാണ് ഈ വർഷം ആചരിക്കുന്നത്. വളരെ സന്തോഷം. പറഞ്ഞു വന്നത് അതും മനസ്സുമായി വലിയ അത്രമേൽ ബന്ധമുള്ളൊരു കാര്യമല്ല. മനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ റായായി സംസാരിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിന് കംഫർട്ടബിലിറ്റി ഉള്ള, മനസ്സിന് വളരെ സുഖമുള്ള ഒരാളാണ്. ഒരു 12 വർഷങ്ങൾക്ക് മുൻപ് ആശുപത്രി കിടക്കയിലായിരുന്നപ്പോൾ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ പോലും ഫീസിബിലിറ്റി ഇല്ല എന്ന രീതിയിൽ മാരകമായ അവസ്ഥയിൽപ്പെട്ടപ്പോൾ മരണം ഉറപ്പാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞ ഒരവസ്ഥ ഉണ്ടായിരുന്നപ്പോഴും അത് വെറുതെ എന്ന് പറഞ്ഞ ഒരൊറ്റ ആളേ ഉള്ളൂ, അത് ഞാനാണ്. ഞാൻ എന്നോട് പറയുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മവിശ്വാസത്തിന്റെ ലെവൽ എന്നുള്ളതല്ല, മനസ്സിന്റെ അവസ്ഥ വളരെ പോസിറ്റീവാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈ ശരീരഭാരമൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും ഒന്നുമില്ല. BP ഇപ്പോഴും 110/70 എന്ന് പറയുന്ന അത്ലറ്റിക് BP ആണ്. ഡോക്ടർമാർ പറയും നല്ല ഹൃദയമാണല്ലോ. ഞാൻ പറയും, എന്നെ അറിയാവുന്നവരും പറയും നല്ല ഹൃദയമാണെന്ന് പറയാറുണ്ട്. നല്ല ഹൃദയം എന്നുള്ളതല്ല, ഭാരമില്ലാത്ത ഹൃദയമാണ് എൻ്റേത്. മനസ്സ് സുഖകരമായിരിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം ഏതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും മനസ്സിനെ ബ്രീഫ് കേസ് ആക്കി മാറ്റാതിരിക്കുക. മനസ്സിനെ വിശാലമാവണമെന്നൊന്നുമില്ല, ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. വലിയ വിശാലമല്ലാത്ത ഹൃദയമുള്ള ഒരുപാട് ചുരുങ്ങിയ സ്വാർത്ഥ താല്പര്യം മാത്രമുള്ള ഹൃദയമുള്ള ഒരുപാട് ആളുകളും ഉണ്ട് ഈ ലോകത്തിൽ. പക്ഷെ മനസ്സിനെ ബ്രീഫ് കേസിന്റെ പ്രത്യേകത, ബ്രീഫ് കേസ് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ വാതിലുകളും ജനലുകളും അടച്ചിട്ട ഒരു മുറിയാകാതെ മനസ്സിന്റെ വാതിലുകളും ജനലുകളും തുറന്നിട്ട് കഴിഞ്ഞാൽ മനസ്സിന് ഭാരമില്ല. ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ ഭാരം എത്രയാണ്? ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിന്റെ ഭാരം എത്രയാണ്? അത് നമ്മൾ എത്ര നേരം അത് പിടിച്ചുകൊണ്ടിരിക്കുന്നോ അത്രയും നേരമാണ് അതിന്റെ ഭാരം. താഴെ വെച്ച് കഴിഞ്ഞാൽ ഭാരം അങ്ങ് പോയില്ലേ.
നമ്മൾ അനാവശ്യമായി മനസ്സിൽ ഇങ്ങനെ ഭാരമുള്ള വസ്തുക്കൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഏറ്റവും മനോഹരമായ എല്ലാ മതങ്ങളുടെയും ഇതിഹാസങ്ങൾ, എല്ലാ മതങ്ങളുടെയും വേദഗ്രന്ഥങ്ങൾ എന്ത് മനോഹരമായാണ് ഇതൊക്കെ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഭാരതീയ സ്വഭാവം അനുസരിച്ച് പറയുന്നു, ഈ പരിശുദ്ധ ഖുർആനും അത് സൂചിപ്പിക്കാറുണ്ട്, ബൈബിളിലും സൂചിപ്പിക്കുന്നു. പലപ്പോഴും ഈ സൂചിപ്പിക്കുന്നതിൻ്റെ എസെൻസ് ഇതാണ്. എന്താണ്? കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരവും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതിന് നാം വൃഥ എന്ന് പറയുന്നത് പോലെ ജനന മരണങ്ങൾക്കിടയിലുള്ള ഒരു കഥയാണ് ജീവിതം. ജീവിതത്തിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ആ ലക്ഷ്യം മനസ്സിലുണ്ടെങ്കിൽ എല്ലാം സുഖം. ഒരു അറബിക്കഥയാണ്. ഒരു അറബിക്കഥയിൽ കുറേ സഞ്ചാരികൾ ഇങ്ങനെ ഒരു യാത്ര പോവുകയായിരുന്നു. സഞ്ചാരി എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകളല്ല, സർവവും തകർന്നു പോയ, ഒന്നും ബാക്കിയില്ലാത്ത, എല്ലാം നഷ്ടപ്പെട്ടു പോയ കുറെ വ്യാപാരികളാണവർ. വീടും കൂടും കൊടുക്കയും ഒക്കെ പോയവരാ. ജീവിതത്തിൽ ഇനി ഒന്നുമില്ല പ്രതീക്ഷിക്കാൻ. അവരിങ്ങനെ എവിടെയെങ്കിലും ഒരു അഭയസ്ഥാനം ഉണ്ടാകും, പ്രതീക്ഷ പൂവണിയുന്ന ഏതെങ്കിലും ഒരു ഇടം ഉണ്ടാകുമെന്ന് കരുതി വ്യാപാരികളുടെ കൂട്ടം ഇങ്ങനെ പോവുകയാണ്. ഇവരുടെ കയ്യിൽ എന്താ ഉള്ളത്? പഴയ തുണി കൊണ്ടുണ്ടാക്കിയ ഓരോ ഉണങ്ങിയ തുണിസഞ്ചികളാണ് ഉള്ളത്. ആ തുണിസഞ്ചിക്കകത്ത് എന്താ ഉള്ളത്? കുറെ ഉണങ്ങിയ റൊട്ടി കഷ്ണങ്ങൾ. അത് മാത്രമേ ഉള്ളൂ. ആ റൊട്ടി കഷ്ണങ്ങളുമായി ഇങ്ങനെ നടക്കുന്നത് പകലിൽ മാത്രമല്ല, രാവിലും പകലിലും നിർത്താതെയുള്ള നടത്തയാണ്. എവിടെയായിട്ടാണെന്നറിയില്ല, എങ്ങോട്ടാണെന്നറിയില്ല. എവിടെയെങ്കിലും ഒരു അഭയം ഉണ്ടാകുമെന്ന്. കാടിലും മേടിലും മലയിലും പുഴയിലും മരുഭൂമിയിലും ഒക്കെ കൂടി നടക്കുകയാണ്. അങ്ങനെ ഒരു പാതി രാത്രിയിൽ അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിൽ കുത്തുന്ന കൂരിരട്ടിൽ നടക്കുകയാണ്. ഒന്നും കാണാൻ വയ്യ. അങ്ങനെ ഈ ഭാണ്ഡവും പേറി ഇവർ നടക്കുമ്പോൾ ഇവരുടെ എല്ലാ കാലുകൾ കൂർത്ത കല്ലുകളിൽ തറച്ചു കയറുന്നു. കാലുകളിൽ ചോര മുറിയുന്നുണ്ട്. കാലിൽ കല്ല് തറച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? കുനിഞ്ഞ കല്ലൂരിയിട്ടിട്ട് നടക്കും. എല്ലാവരും അത് തന്നെ ചെയ്തു. കൂട്ടത്തിൽ ഒരാൾ മാത്രം കാലിൽ തറച്ച ഈ കല്ലൂരി തോളിലുള്ള ഭാണ്ഡത്തിൽ ഇട്ടിട്ട് നടന്നു. അപ്പൊ മറ്റുള്ളവർ നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, അല്ല, നമ്മൾ ഇവിടുത്തെ ഒന്നും അവസാന യാത്രക്കാരല്ല. വി ആർ നോട്ട് ദ ലാസ്റ്റ് ടു ഹാവ് എ ജേർണി. നമുക്ക് കുറെ ആളുകൾ വരാറുണ്ട്, നമുക്ക് ശേഷം ഒരുപാട് പേർ ഇതിൽ സഞ്ചരിക്കാനുണ്ട്. നമുക്ക് ശേഷം വരാനിരിക്കുന്നവരുടെ കാലിൽ മുറിവുകൾ ഉണ്ടാക്കുന്ന ഒരു കല്ല് മാറ്റാൻ കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. ആ ബാക്കിയുള്ളവരെ കളിയാക്കി. സ്വന്തം ജീവിതത്തിൽ സർവ്വ സ്വപ്നങ്ങൾ പോലും നഷ്ടപ്പെട്ടവരാണ് നമ്മൾ. ഈ മറ്റുള്ളവർക്ക് വേണ്ടി കല്ലുറക്കുക. പ്രഭാതത്തിൽ ഇവരെവിടെയോ ചെന്നിരുന്നപ്പോൾ വിശപ്പ് കാരണം എല്ലാവരും വളരെ പരവേശത്തോടുകൂടി ഈ സഞ്ചി കഴിച്ചു, ഭാണ്ഡം ഒഴിച്ചു. എല്ലാവരുടെയും ഭാണ്ഡത്തിൽ റൊട്ടി കഷ്ണങ്ങൾ. ഇയാളുടെ ഭാണ്ഡത്തിലാണെങ്കിലോ റൊട്ടി കഷ്ണങ്ങളോടൊപ്പം കല്ല്, ചോര പുരണ്ട മൂർച്ചയുള്ള കല്ല്. പക്ഷേ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന അമൂല്യങ്ങളായ രത്നക്കല്ലുകളായിരുന്നു. പോയ രാത്രിയിൽ ഇരുട്ടിൽ അവർ നടന്നത് രത്നക്കൽ ശേഖരത്തിലൂടെയാണ് അതൊക്കെ കഥ. നമുക്ക് നമ്മളും അത്രയേ ഉള്ളൂ. സഞ്ചരിക്കാൻ വേണ്ടി മാത്രം ഈ ഭൂമിയിൽ വരുന്നവരാണ് നമ്മൾ. സഞ്ചരിക്കുക എന്നാൽ ജീവിതം എന്ന സഞ്ചാരത്തിൽ. ആ സഞ്ചാരത്തിനിടയിൽ നമ്മൾ പോയി കഴിയുന്നത് കൊണ്ട് ഈ ലോകത്തിന്റെ ആകൃതിയോ ലോകത്തിന്റെ ചിത്രമോ മാറുന്നില്ല. ലോകക്രമത്തിൽ നമുക്ക് ശേഷവും ഇതൊരു ഒരുപാട് ആളുകൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഉണ്ടായിരുന്ന കാലത്ത് ഇനി വരാനിരിക്കുന്നവന്റെ കാലിൽ തറയ്ക്കേണ്ട ഒരു കല്ല് മാറ്റാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തിലൂടെ മടങ്ങുമ്പോഴാണ് ജീവിതം സുഖകരമാകുന്നത്. അതിനെയാണ് രാമചന്ദ്രൻ ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി, ഇവിടെ ഉണ്ടായിരുന്നു എന്നതിനൊരു ചെറിയ തൂവൽ താഴെയിട്ടാൽ മതി, ഇനിയും ഉണ്ടാകും എന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിന് ചൂടുമാത്രം മതി, അതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവിതം എന്ന് ചോദിച്ചത്. നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നറിയുവാൻ മധുരമായി ശബ്ദമുണ്ടാക്കാൻ, നന്മയുടെ ഇന്ദ്രധനുസിന്റെ നനവോലുന്ന ചില നല്ല പ്രവൃത്തികളുടെ തൂവൽ താഴെയിടാൻ, ആർജിച്ചെടുത്ത അറിവുകളുടെ ആശയങ്ങളുടെ മേൽ അടയിരുന്ന് അത് മറ്റുള്ളവർക്ക് വേണ്ടി വിജ്ഞാനമായി വിരിയിച്ചെടുക്കുവാനൊക്കെ കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ സാർത്ഥകമായി നമ്മൾ മനുഷ്യപ്പറവകൾക്ക് കൂടുതലൊന്നും നേടിയെടുക്കാനില്ല ജീവിതത്തിൽ. അപ്പൊ അതിന് മനസ്സിന് ഭാരം ഉണ്ടാകാതിരിക്കണം. അതിനൊരൊറ്റ മാർഗം, ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗമുണ്ട്. മനസ്സിന് ഭാരം ഉണ്ടാകാതിരിക്കാൻ മനുഷ്യ സമൂഹത്തിനെ വല്ലാതെ കണ്ട് ബാധിച്ച ഒരു വിഷം നമ്മളിൽ നിന്ന് അകറ്റി നിർത്തുക എന്നതേ ഉള്ളൂ. ആ വിഷം വലിയ അപകടകരമാണ്. അത് നമ്മളെ ഭാരമുള്ളവരാക്കും, അത് നമ്മളെ ഹൃദ്രോഗിയാക്കും, അത് നമ്മളെ പക്ഷാഘാതവും പാരാലിസിസ് വരുന്നവരുമാക്കും, അത് നമ്മളെ സ്ട്രോക്കുകൾക്കുടമയാക്കും, അത് നമ്മളെ വെർട്ടിഗോ ഉള്ളവരാക്കും, അത് നമ്മളെ മുന്നോട്ട് നടക്കുമ്പോൾ 2 തവണ പിന്നോട്ട് തിരിഞ്ഞു നോക്കാൻ വേണ്ടി പിൻവിളി വിളിക്കും. ആ അപകടം ഞാൻ എന്ന വാക്കാണ്.
24 മണിക്കൂറും ഞാൻ, എനിക്ക്, എൻ്റെ എന്ന് മാത്രം ചിന്തിച്ചിരുണ്ടു പോകുന്നതാണ് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും രോഗികളാക്കുന്നത്. ഞാൻ എന്ന ഭാരത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ആ നിമിഷത്തിൽ നമ്മുടെ ആരോഗ്യം, ശരീരത്തിൻ്റെ മാത്രമല്ല മനസ്സിൻ്റെ ആരോഗ്യം വർദ്ധിക്കും. ലോകത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ട് 24 മണിക്കൂറും ചുംബിക്കുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ചുംബിക്കുക എന്ന് പറഞ്ഞപ്പോൾ ലിസ്റ്റ് തന്നെ നോക്കി ഇയാൾ എന്തായി പറഞ്ഞു വരുന്നതെന്ന്. അല്ല, അങ്ങനെയല്ല. ഓസ്കുലേഷൻ അല്ലെങ്കിൽ കിസ്സിങ് എന്ന കേവലാർത്ഥത്തിലല്ല. ചുംബിക്കണമെങ്കിൽ നമുക്ക് എന്താ, ചുണ്ടുകൾ വേണം. ചുണ്ടുകൾ ഉള്ളത് കൊണ്ട് ചുംബിക്കാൻ പറ്റില്ല. രാവിലെ ഉറക്കം മുതൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു കരുതിയാൽ ചുംബിക്കാൻ പറ്റുമോ? ഇല്ല. ചുംബിക്കണമെങ്കിൽ ഈ ചുണ്ടുകൾ തമ്മിൽ ഒന്ന് കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഇടിമിന്നൽ, ഇന്ദ്രജാലമാണ് ചുംബനം. 1 കോടി തവണ ഞാൻ എന്ന് പറഞ്ഞാലോ, പല കോടി തവണ നീ എന്ന് കൽപ്പിച്ചാലോ ഈ ചുണ്ടുകൾ കൂട്ടിമുട്ടില്ല. പല കോടിയിലെ ഞാനിലും നീയിലും അകന്നു പോകുന്ന, ധ്രുവീകരിക്കപ്പെടുന്ന ഈ ചുണ്ടുകൾ ഒന്നു ചേർന്ന് ചുണ്ടുകൾ കൂട്ടിമുട്ടുന്ന ആ നിമിഷത്തിന്റെ ഇടിമിന്നൽ പോലുള്ള ഇന്ദ്രജാലം മഴവില്ലഴകിൽ സാധ്യമാകുന്നത് ഒരൊറ്റ തവണയെങ്കിലും ആത്മാവിൻ്റെ ആഴത്തിൽ നിന്ന് നമ്മൾ എന്ന വാക്ക് പറയുമ്പോഴാണ്. ഈ ഞാൻ എന്ന് 5 തവണ ഒരു ദിവസം പറയുമ്പോൾ 1 തവണ നമ്മൾ എന്ന് പറഞ്ഞു നോക്കൂ, മനസ്സിന്റെ ഭാരം ഇല്ലാതാകുന്നത് നമുക്കറിയാം. ഈ ലോകത്തിൽ എന്തും ഷെയർ ചെയ്യുമ്പോൾ കുറയും എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാനൊന്ന് ചോദിക്കട്ടെ, മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതാണോ സ്വയം മനസ്സിലാക്കുന്നതാണോ? ഇത് രണ്ടും തെറ്റാണെന്നാ എൻ്റെ പക്ഷം. നമ്മളെന്തിനാ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത്? നമ്മളെന്തിനാ സ്വയം മനസ്സിലാക്കുന്നത്? അതിന്റെ ആവശ്യമില്ലെന്നാണ്. അതായത് അതെല്ലാം ഈ പറയുന്നതെല്ലാം ലിസിയെ കുറിച്ചല്ല, പൊതുവെ നമ്മുടെ കാലത്തിന്റെ കാഴ്ചപ്പാട് വളരെ പ്രിറ്റൻഷ്യസ് ആണ്. വളരെയധികം അതൊരു, എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാനോ അവനവനെ മനസ്സിലാക്കാനോ ഒക്കെ നമ്മൾ മെനക്കെടുന്നത്? ലോകത്തില് സീബ്രകളുണ്ട്, 1.5 ലക്ഷം സീബ്ര ഉണ്ടെന്ന് വെച്ചോ. ഈ എല്ലാ സീബ്രകളുടെയും വരകൾ പക്ഷേ ഒരേപോലെയാണ്? അല്ല. There are no 2 zebras in the world with identical designs. ദൂരക്കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കുന്നവയാണ് സീബ്രകൾ. പക്ഷെ ഒരേപോലെ വരകളുള്ള 2 സീബ്രകൾ ഇല്ല ഈ ലോകത്തിൽ. ഒരു മഴ പെട്ടെന്നൊന്ന് പെയ്യട്ടെ, ആ മഴ നമ്മളൊക്കെ നനയുന്നു. ലിസിക്ക് അത് കാരണം ഒരു പനി വരുന്നു, എനിക്കൊരു തലവേദന വരുന്നു. അതേ മഴ മറ്റൊരാളുടെ തലയിൽ വീഴുമ്പോൾ അയാൾക്ക് ഏതോ പ്രണയാർദ്രമായ ഒരു ഓർമ്മ ഉണ്ടാക്കുന്നു. അതേ മഴയിലെ ഒരു മഴത്തുള്ളിയാണ് ഏതോ മലയടിവാരത്തിൽ കുഞ്ഞിന് കുടിക്കാൻ കുടിവെള്ളത്തിന് കൈനീട്ടി നിൽക്കുന്ന ഒരു വൃദ്ധയായ അമ്മയുടെ കൈകളിൽ വന്ന് പതിക്കുന്ന കുടിനീരും, അല്ലേ? ഒരേ മഴയിലെ മഴത്തുള്ളികളുടെ പതന കേന്ദ്രങ്ങളും അതുണ്ടാക്കുന്ന അനുഭവങ്ങളും വ്യത്യസ്തമാണ്. സീബ്രകളുടെ വരകൾ വ്യത്യസ്തമാണ്. ഒരൊറ്റ റോസാ ചെടി, ഒരു പന്നീർ ചെടി മുറ്റത്ത് ഒരു പൂ വിടരുന്നു, അല്ലെങ്കിൽ 1-ലേറെ പൂക്കൾ വിടരുന്നു ഒരേ ചെടിയിൽ. ആ പൂവെറുത്ത് അതിന്റെ ഗന്ധം ആസ്വദിക്കുന്ന എനിക്ക് അതിന്റെ മണം ചിലപ്പോൾ അകാരണമായ ഒരു തലവേദന ഉണ്ടാക്കിയേക്കാം. മറ്റൊരാൾക്ക് എന്നോ വിട്ടുപിരിഞ്ഞ ഒരു പ്രണയിനിയുടെ ഓർമ്മയാകാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരേ ചെടിയിൽ വിരിയുന്ന പൂക്കളുടെ ഒരേ ഗന്ധം പോലും ഉണ്ടാക്കുന്ന അനുഭൂതികൾ വ്യത്യസ്തമാണ്. നമ്മളെല്ലാവരും സീബ്രകളാണെന്നേ. എല്ലാവർക്കും അവരുടേതായ സീബ്ര വരകളുണ്ട്. ബി യുവർ സെൽഫ് ആൻഡ് എവരിതിങ് എൽസ് വിൽ ഫോളോ. വാക്കുകളുണ്ട് അമ്മാനമാടുന്നു, അല്ലെങ്കിൽ വാക്കുകളുണ്ട് മായാജാലം തീർക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കൊരു അഭിപ്രായം എന്നെ കുറിച്ചില്ല, പക്ഷെ ആളുകൾക്കുണ്ട്. അപ്പൊ സാറിന്റെ പുതിയ അഡ്മയർ ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. പക്ഷെ സാറിന്റെ അറിവിനെ ഭയപ്പെടുന്ന ആളുകളും ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. കാരണം ചില ആൾക്കാരെങ്കിലും ഈ അറിവ് നൽകുന്ന ഒരു കോൺഫിഡൻസ് കൊണ്ട് സാറിന് ഫ്രീ ആയി സംസാരിക്കാൻ പറ്റാതെ, നാച്ചുറലായിട്ട് ജെന്യുവനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന അറിവുള്ള ഒരാളാണ് ഞാൻ എന്നുള്ള അഭിപ്രായം എനിക്കില്ല. വളരെ പരിമിതമായ അറിവുകളെ എനിക്കുള്ളൂ. എന്നാലും ഒരു ജെന്യുവൻ കണക്ഷൻ ഉണ്ടാകാതെ പോയിട്ടുണ്ട്. ചില ആൾക്കാര് ഒരു ഭക്തിയോടുകൂടി അകലേക്ക് ഒരു ഡിസ്റ്റൻസ്, ഒരു സേഫ്. അത് സ്വാഭാവികമായും വ്യത്യസ്തരായ മനുഷ്യരുടെ വ്യത്യസ്തരായ കാഴ്ചപ്പാടുകളാണ്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലുള്ള ഒരു സുഹൃത്ത്, ലൈബ്രറിയനാണ്, ആസിഫ് എന്ന മറ്റുമാണ് പേര്. അദ്ദേഹം 10-25 വർഷമായി എൻ്റെ എല്ലാ പ്രസംഗങ്ങൾ, എൻ്റെ എല്ലാ വാക്കുകൾ, എൻ്റെ പുസ്തകങ്ങൾ, എൻ്റെ പ്രോഗ്രാമുകളെല്ലാം ഫോളോ ചെയ്യുകയും നിരന്തരമായി എനിക്ക് എഴുതുകയും ചെയ്യുന്ന ഒരാളാണ്. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ വെച്ച് നടന്ന ഒരു പ്രോഗ്രാമിന് ഇടയിൽ അയാൾ ആകസ്മികമായി ഒരാൾ എന്നെ വന്ന് കണ്ടൊരു ഓട്ടോഗ്രാഫ് പോലെ ഒരു സാധനം എഴുതി വാങ്ങിച്ചിട്ട് പോവുകയാണ്. പിറ്റേ ദിവസം അയാൾ എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെ അയച്ചു തരുന്നിട്ടാണ് പറയുന്നത് ഞാനാണ് ആസിഫ് എന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ നേരിട്ട് വന്ന് ഞാനാണ് ആസിഫ് എന്ന് പറയാത്തത്? അത് ചില ആളുകളുടെ രീതിയാണ്. പക്ഷെ അടുത്ത സ്റ്റേജിൽ അയാൾ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റേജിൽ വെച്ച് ഞാൻ അനൗൺസ് ചെയ്തു, ആസിഫ് ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണം എന്ന് വിളിച്ചു. അറിവ് ഭയപ്പെടുത്തുന്ന ഘടകമാണെന്ന് എനിക്കൊരു അഭിപ്രായം ഇല്ല. 1. 2, അതിനകത്ത് വേറൊരു കാര്യമുണ്ട് ലിസി. അതായത്
ലിസി, നമ്മുടെ ഈ കാശ്മീർ മുതൽ കാസർഗോഡ് വരെ സമയമെടുത്ത് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നഗരാന്തരങ്ങളിലൊക്കെ ഒന്ന് യാത്ര ചെയ്ത് നോക്കിയാൽ വയലുകളിൽ, മൈതാനങ്ങളിൽ, വീടുകൾക്ക് 2 ഫ്ലാറ്റ് കോംപ്ലക്സുകൾക്കിടയിലുള്ള ഇടവഴിയിലൊക്കെ ഇങ്ങനെ ഒന്ന് നടന്ന് നോക്കിയാൽ ഞാൻ വെല്ലുവിളിക്കുന്നു, സച്ചിൻ ടെണ്ടുൽക്കറിനെയോ വിരാട് കോഹ്ലിയെയോ ഒക്കെ കൂടുതൽ പ്രാഗൽഭ്യവും നൈസർഗിക സ്കില്ലുമുള്ള ഏറ്റവും കുറഞ്ഞത് 10,000 കുട്ടികളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷെ അവസരം എന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ മേൽ പതിയുന്ന ഒരു ഡിവൈൻ സിഗ്നേച്ചർ ഉണ്ടാകും, ദിവ്യമായ ഒരു കയ്യൊപ്പ്. അതിനാണ് ബ്രേക്ക് ത്രൂ അവസരം എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ബ്രേക്ക് ത്രൂ എന്ന് മനസ്സിലാക്കാൻ കഴിയുകയും അതിനെ കൃത്യമായി തിരിച്ചറിയുകയും അത് കൃത്യമായി വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരാളാണ് സക്സസ്ഫുൾ ആയ ഒരാൾ. അത് ചെയ്യാൻ കഴിഞ്ഞതാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അത് ചെയ്യാൻ കഴിഞ്ഞവരാണ് പ്രഗത്ഭരായ എല്ലാ മനുഷ്യരും എല്ലാ മേഖലയിലും ഉള്ളത്. അതിനർത്ഥം സുപ്രീം എന്നല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതൊരു വിനയം കുലീനനായി പറയുന്നതല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിചയപ്പെടുകയും കണ്ടുമുട്ടുകയും ചെയ്ത 100 പേർ എന്നൊരു കണക്കെടുത്തോളൂ ഇതുവരെ. ആ 100 പേരിൽ ഏറെക്കുറെ 70ഓളം ആളുകൾ എന്നെക്കാൾ അറിവുള്ളവരാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് അറിവുള്ള ആളാണ് ഞാനെന്നൊരു അഭിപ്രായം എനിക്കില്ല. വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ആഴത്തിൽ അറിവുള്ള എത്രയോ മനുഷ്യർ ചേർന്ന് മനോഹരമാക്കുന്നതാണ് ഈ ലോകം. എന്തെങ്കിലും ഒരു പ്രത്യേകത എനിക്കുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ അത് അറിവിൻ്റെ വിവിധ മേഖലകളോട് ഒരുപോലുള്ള താല്പര്യമുണ്ട് എന്നുള്ളതാണ്. വാക്കിനോടുള്ള താല്പര്യം കണക്കിനോടുണ്ട് എനിക്ക് എന്നുള്ളതാണ്. ഞാൻ അരിത്മെറ്റിക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ന്യൂമറോളജി, അല്ലെങ്കിൽ ന്യൂമറിക്കൽ സയൻസ്, അല്ലെങ്കിൽ ഗണിതശാസ്ത്രം, ഇതിനോടൊക്കെ വല്ലാത്തൊരു അന്ധമായ ആരാധനയുണ്ട്. അതിപ്പോൾ സ്കൂളോ കോളേജോ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കണക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും, ശാസ്ത്രം പഠിച്ചിട്ടില്ലെങ്കിൽ പോലും, ഇപ്പോൾ സർഫസ് ടെൻഷൻ RHDG/2 cos θ എന്ന് 12ാം വയസ്സിൽ പഠിച്ചത്, 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിച്ചത് ഇപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയുന്നു. അതിനോടൊപ്പം തന്നെ നീരാരണ്യ നിജോള നിവേഷ്ടിത നിഹാരാർദ്ര മഹാദ്രികളിൽ കാലില സജ്ജല കന്യക കനകക്കതിരുകൾ കൊണ്ടൊരു കണിചൂടി എന്നതും മനസ്സിൽ നിറയുന്നു. അങ്ങനെ ഭാഷയോടും കണക്കിനോടും രണ്ട് വളരെ ഡിഫറെന്റ് പാർട്സ് ഓഫ് ബ്രെയിൻ എന്നാണ് വൈപ്പ്. പക്ഷേ എനിക്കിത് രണ്ടും ഒരുപോലെ വല്ലാത്ത ക്രേസ് ഉണ്ട് എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു വൈവിധ്യങ്ങളോട് താല്പര്യമുണ്ട് എന്നുള്ളതല്ലാതെ അറിവിൽ എന്നെക്കാൾ മുകളിലുള്ള ഒരുപാട് ആളുകളെ ഞാൻ കാണാറുണ്ട്. മാത്സും ലാംഗ്വേജും ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന അന്ന് ഞങ്ങളുടെയൊക്കെ ആഗ്രഹത്തിൽ, പക്ഷെ ഞങ്ങളുടെ മലയാളികളുടെ സാറിന് അറിയുന്നത് എന്നെക്കാളും മുകളിലാണ്. പക്ഷെ ആ പുറത്തിലേക്ക് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല, എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ആ അംഗീകാരം ആ ലെവലിലേക്ക്? അത് ഡിഫേഴ്സ്, അത് കാണുന്നവരുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഒരു 3 ദിവസത്തെ വെക്കേഷന് വേണ്ടി ശ്രീലങ്കയിൽ പോയിരുന്നപ്പോഴും തീർച്ചയായും ഇവിടെ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഗ്രാൻഡ് മാസ്റ്റർ എന്ന് വിളിക്കുന്ന ആളുകളാണല്ലോ. അവിടുത്തെ പിലാവൂസ് എന്ന് പറയുന്ന ഫുഡ് ശൃംഖലയിൽ പോയി ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ പോലും അവിടെ മുഴുവൻ ആളുകൾക്ക് താല്പര്യമുള്ളവർ എന്ന് പറയുന്നത് പോലെ നമുക്ക് നമ്മളെ താല്പര്യത്തോടെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ശ്രദ്ധിക്കപ്പെടാതിരിക്കുക എന്ന പ്രയോഗത്തിനോടൊന്നും എനിക്കൊരു വലിയ യോജിപ്പില്ല. കാരണം 25 വർഷക്കാലമായി ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇപ്പോഴും എൻ്റെ പ്രസംഗമുണ്ട് എന്ന് പറഞ്ഞാൽ അത് കേൾക്കാനായി എത്തുന്ന ആളുകളുണ്ട്. മലപ്പുറത്തൊക്കെ റോസ് ലോഞ്ച് എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിൽ ഇപ്പോഴും എൻ്റെ ഷോകൾ ഹൗസ്ഫുള്ളാണ്. ഇതൊക്കെ അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നതിൻ്റെ ഒക്കെ പ്രസക്തി ഞാൻ പറഞ്ഞില്ലേ, അതൊന്നും അത്ര വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളല്ല. തീർച്ചയായും ആൾക്കൂട്ടം ഉണ്ടാകണമെന്ന് ആഗ്രഹം ഉണ്ടാകും. അത് നമ്മൾ പറയുന്നവർ കേൾക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാകും. പക്ഷെ നമ്മൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ശഠിക്കാൻ എനിക്ക് ആഗ്രഹമില്ല എന്നുള്ളതാണ്. ഞാനൊരിക്കലും ഒരു ശരി പറയാൻ എന്നെ കൊണ്ട് കഴിയണമെന്നില്ലല്ലോ. ഞാൻ പറയുന്നത് എൻ്റെ മാത്രം ശരികളാണ്. എൻ്റെ ശരി ലിസിക്ക് ശരിയാകണമെന്നില്ല. ഉണ്ടോ? ഇതിൽ ഏതാണ് ശരിയെന്ന് നിർണ്ണയിക്കാൻ പാകത്തിൽ ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല എന്നുള്ളതാണ് കാര്യം. ശരി തെറ്റ് ഇതെല്ലാം ആപേക്ഷികമാണ്, അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബി യുവർ സെൽഫ് ആൻഡ് എവറിത്തിങ് എൽസ് വിൽ ഫോളോ. ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യരും അവരുടേതായ രീതിയിലുള്ള സീബ്ര വരകൾ കൊണ്ട് സമൃദ്ധരുമാണ്. അവരവരുടേതായ രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കട്ടെ, പാട്ടുകൾ പാടട്ടെ, പ്രണയിക്കട്ടെ, സ്വപ്നം കാണട്ടെ, യുദ്ധം ചെയ്യട്ടെ. ഞാൻ വാദിക്കാനല്ല ഇതൊന്നും പറഞ്ഞത്, ഞാൻ വളരെ സത്യസന്ധമായി പറഞ്ഞത്. കാരണം അത്ര മനോഹരമായ വാസ ചടുലമായ ഭാഷ, അതിൻ്റെ ഒരു കോരിത്തിരിപ്പിക്കും. സാധാരണ ഒരു മനുഷ്യരെ കോരിത്തിരിപ്പിക്കുന്ന വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം,
ഈ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് മൗനം എപ്പോഴെങ്കിലും വാക്കുകൾക്ക് ശക്തമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ലോകത്തിലെ ഏറ്റവും ദീർഘമായ പ്രസംഗം ഒരു നിമിഷത്തിന്റെ മൗനമാണ്. ഈ ലോകത്തിലെ ഏറ്റവും ആഴമുള്ള പ്രസംഗം പലപ്പോഴും അർത്ഥഗർഭമായ ഒരു നിമിഷത്തിന്റെ മൗനമാണ്. ഞാൻ എല്ലാ മാസവും 2-3 ദിവസം പൂർണ്ണമായി മൗനിയായിരിക്കാറുണ്ട്. അപ്പം അത് പലരുടെയും ധാരണ ആളുകൾ മൗനം വ്രതമെടുക്കുന്നത് സംസാരിക്കുമ്പോൾ പിന്നീട് ശക്തി കിട്ടാനാണ് എന്നുള്ളതാണ്. അങ്ങനെയല്ല, മൗനത്തിലൊരു വലിയ സൗന്ദര്യമാണ്. ഒറ്റപ്പെടലിനൊരു ചന്തമുണ്ട്. എന്നാൽ 1-ൽ കൂടുതൽ ദിവസം 2-ൽ കൂടുതൽ ദിവസം ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ കടുത്ത വിഷാദത്തിലേക്ക് അത് നമ്മളെ നയിക്കുക. ഒറ്റപ്പെടലിന് മൗനത്തിനൊക്കെ ഒരു ചന്തവും ചാരുതയും ഉണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള പ്രസംഗം, ഏറ്റവും ആഴമുള്ള പ്രസംഗം, ഗാഠമായ പ്രസംഗമൊക്കെ മൗനമാണ്. പക്ഷെ ലോകത്തിലെ ഏറ്റവും സത്യസന്ധമായ പ്രസംഗം എന്താണെന്നറിയോ? ഏറ്റവും ആ അർത്ഥത്തിൽ ദൈർഘ്യമേറിയ ഏറ്റവും നീളമുള്ള പ്രസംഗം. അതിനേക്കാളേറെ സത്യസന്ധതയുള്ള പ്രസംഗം വേറൊന്നില്ല. ആ പ്രസംഗത്തിന് ഭാഷ ഇറലവൻ്റാണ്. കാരണം ആ പ്രസംഗം നടത്തുന്നവർ പലപ്പോഴും അർത്ഥമില്ലാത്ത വാക്കുകൾ ശബ്ദങ്ങൾ ഉപയോഗിക്കും, വാക്കുകൾ ഉപയോഗിക്കും, പാട്ടുണ്ടാകും, ചില ആംഗ്യങ്ങൾ ഉണ്ടാകും, ചില മൂളലുകൾ ഉണ്ടാകും, തോന്നുന്നതൊക്കെ പറയും. അതാണ് ലോകത്തിൽ ഏറ്റവും സത്യസന്ധത ഉള്ള ആഴമേറിയ പ്രസംഗം. ആ പ്രസംഗത്തിന്റെ ദൈർഘ്യം ഏറെക്കുറെ 280 ദിവസം തുടർച്ചയായി ആണ് പ്രസംഗം. ബ്രേക്ക് ഉണ്ട്, എന്താണെന്ന് അർത്ഥം ഉണ്ടാവണമെന്നില്ല, പക്ഷെ അതിനേക്കാൾ വലിയ പ്രസംഗമില്ല, അതിനേക്കാൾ സത്യസന്ധതയുള്ള പ്രസംഗമില്ല. പക്ഷെ പ്രസംഗത്തിന്റെ പ്രത്യേകത, ആ പ്രസംഗത്തിന് പലപ്പോഴും ഒരാളായിരിക്കും ശ്രോതാവ്, അല്ലെങ്കിൽ ചിലപ്പോൾ 2 പേരോ 3 പേരോ ഒക്കെ ഉണ്ടാകാം. കൂടുതൽ സമയം ഒരൊറ്റ ശ്രോതാവാണ്. ആ പ്രസംഗം ഏതാണെന്നറിയോ? സ്വന്തം ഉദരത്തിൽ ഒരു കുഞ്ഞുരുവായ നിമിഷം മുതൽ പ്രസവിക്കുന്നത് വരെയുള്ള കാലയളവിൽ തൻ്റെ വയറിനകത്ത് ശിശുവിനോട് അമ്മ ഇങ്ങനെ നിരന്തരമായി പറയുന്ന ചെല്ലങ്ങളുണ്ടല്ലോ, വാക്കുകളുണ്ടല്ലോ, അതിനേക്കാൾ കൂടുതൽ സത്യസന്ധതയുള്ള ഒരു പ്രഭാഷണം വേറെയുണ്ടോ? 9 മാസത്തിലേറെ നീളുന്ന പ്രസംഗം. ഏറ്റവും കൂടുതൽ ഹൃദയസ്പൃക്കും ആത്മാർത്ഥതയും സത്യസന്ധതയും ഒരു നിമിഷത്തിന്റെ, ഒരു മുട്ടുസൂചി തരുമ്പ് പോലും നുണയോ കൃത്രിമത്വമോ ഇല്ലാത്ത ഏറ്റവും ലളിത സുന്ദരമായ പ്രസംഗം സ്വന്തം ഉദരത്തിലെ ശിശുവിനോട് അമ്മ പറയുന്ന വാക്കുകളല്ലേ, അല്ലേ? തീർച്ചയായും. നമ്മള് സാധാരണ ഈ IQ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അഡ്മയർ ചെയ്യുന്ന ഒരു കാര്യം. ഇതിനെക്കുറിച്ച് എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ആരാധനയോടുകൂടി സംസാരിക്കും. പക്ഷെ എനിക്ക് അതേപോലുള്ളവരുടെ ജീവിതത്തില് ഇമോഷണൽ ലൈഫ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? അതായത് ലോകം 1980-കളിൽ ലോകത്തിൽ വിജയി അടയാളപ്പെടുത്തിയിരുന്നത് ലിസി പറഞ്ഞ ഇന്റലിജൻസ് കോഷ്യന്റ് അല്ലെങ്കിൽ IQ-ന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു പാർട്ടിയുടെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോ അതേപോലുള്ളവരുടെ മനസ്സില് മറ്റുള്ളവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം, പല കാര്യങ്ങളുണ്ടാകും. ഒരു കാര്യം എന്ന് പറയാം. അതെ, അതിലോട്ട് ഞാൻ വരുന്നത്, അത് പറയാം. ഈ IQ എന്ന് പറഞ്ഞതുകൊണ്ട് പറയുന്നതാ. 80-കൾ വരെയൊക്കെ ആയിരുന്നു ഇന്റലിജൻസ് കോഷ്യന്റ്. അർജന്റീനയുടെ തലസ്ഥാനം എന്ത്? ബ്യൂണസ് അയേഴ്സ്. ചിലിയുടെ എന്ത്? സാന്റിയാഗോ. ക്യൂബയുടെ എന്ത്? ഹവാന. പെറുവിന്റെ എന്ത്? ലിമ. കൊള്ളാമല്ലോ, ഭയങ്കര IQ ഉള്ളവനാ. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. 5-6 വർഷമൊക്കെ കഴിഞ്ഞപ്പോ, അടുത്ത ദശകമായപ്പോ അർജന്റീനയുടെ തലസ്ഥാനം എന്ത്? ബ്യൂണസ് അയേഴ്സ്. ചിലിയുടെ എന്ത്? സാന്റിയാഗോ. പെറുവിന്റെ എന്ത്? ലിമ. ചിലിയുടെ എന്ത്? നിന്നോടല്ലേടാ സാന്റിയാഗോ എന്ന് പറഞ്ഞത് എന്നവൻ പറഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, വേണ്ട, ഇവന്റെ IQ എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. ഞാൻ താങ്കളോട് സാന്റിയാഗോ നേരത്തെ പറഞ്ഞിരുന്നു എന്ന് വിനയത്തോടെ പറയാൻ അവന് കഴിഞ്ഞാൽ മാത്രമേ അവന്റെ ഇന്റലിജൻസ് കോഷ്യൻ സൊസൈറ്റിക്ക് പ്രയോജനപ്പെടുന്നതാകുകയുള്ളൂ. അപ്പോൾ ജനം മനസ്സിലാക്കി IQ മാത്രം പോരാ, ദർ ഷുഡ് ബി കൺസിഡറബിൾ EQ, ഇമോഷണൽ കോഷ്യന്റ് കൂടി വേണം. അപ്പൊ EQ ആയി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ മാറിയല്ലോ. നല്ല EQ ഒക്കെ ഉണ്ട്, പക്ഷെ രാത്രി ആയാൽ ഉറക്കമില്ല. കാരണം സ്വന്തം മനസ്സ് ചോദിക്കുന്ന, സ്വന്തം ആത്മാവ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. അവനവനെ സാക്ഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ലഹരി മരുന്നുകൾ അഭയം തേടി, ആൾദൈവങ്ങളിൽ അഭയം തേടി, ഹിപ്പികളായി, ഉറക്കമില്ലാത്ത മനുഷ്യരായി, സ്വന്തം മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്തവരായി. അവിടെയാണ് SQ, അതിനെ സ്പിരിച്വൽ കോഷ്യന്റ് എന്ന് ചിലർ കൂടുതൽ പേർ വിളിക്കുന്നു, അതിനെ സോഷ്യൽ കോഷ്യന്റ് എന്ന് വിളിക്കാം, സ്ട്രാറ്റജി കോഷ്യന്റ് എന്നും വിളിക്കാം. അമ്പലങ്ങളില്, പള്ളികളില് ആരാധന, ആധ്യാത്മികത, ആത്മീയത, ഇതൊക്കെ സ്പിരിച്വൽ കോഷ്യന്റ് വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. ഇനി ചിലർക്ക്, മറ്റേ ആണെങ്കിൽ 3 മാസത്തിലൊരിക്കലും ഒരു കുപ്പി ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ ചിലപ്പോൾ 100 ക്ഷേത്രങ്ങളിൽ പോകുന്നതിനേക്കാൾ സ്പിരിച്വൽ കോഷ്യന്റ് ഉണ്ടാകും. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഷാഹുൽ ഹമീദ്. അദ്ദേഹത്തിന് മാസത്തിലൊരു ദിവസം, അദ്ദേഹത്തിന് ഉറക്കമില്ലാതെ വന്നു കഴിഞ്ഞാൽ മാസത്തിലൊരു ദിവസം അദ്ദേഹം എൻമകജയിൽ പോകും. എൻഡോസൾഫാൻ ദുരന്ത ബാധിതരുടെ എൻമകജയിൽ
ഒരു രാവിലെ മുതൽ ഒരു സന്ധ്യ വരെ ആ ഗ്രാമത്തിലെ കുട്ടികളുമായി രോഗം ബാധിച്ചവരുമായി ഒക്കെ ഇടപഴകുകയും അവരോട് ഒരുമിച്ച് ആഹാരം കഴിക്കുകയും അവർക്ക് ആഹാരം കൊടുക്കുകയൊക്കെ ചെയ്ത് ആ കുട്ടികളോട് കളിച്ചിട്ട് അന്ന് രാത്രി തിരിച്ചു വന്നാൽ അയാൾക്ക് പിന്നെ ഒരു മാസം ഉറക്കത്തിന് പ്രശ്നമില്ലെന്നാണ് പറയുന്നത്. സ്പിരിച്വൽ കോഷ്യന്റ് വർദ്ധിപ്പിക്കാൻ അതും മതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഏത് രീതിയിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷെ ഈ IQ, EQ, SQ ഒക്കെ കഴിഞ്ഞു. ഇന്നത്തെ ലോകം ഇത് മൂന്നിന്റെ അല്ല. ഇന്ന് വിജയിയെ തീരുമാനിക്കുന്നത് RQ എന്നൊരു കോഷ്യന്റ്. RQ എന്ന് പറയുന്നത് ഇന്നത്തെ ലോകത്തിൽ വിജയിക്ക് IQ ഒരല്പം കുറവായ വലിയ കുഴപ്പമൊന്നുമില്ല. EQ കുറവായാലും SQ കുറവായാലും കുഴപ്പമില്ലെന്നാണ് വർത്തമാനകാല ലോകം. ഞാനിതിനോട് അനുകൂലിക്കുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇന്ന് വിജയം തീരുമാനിക്കപ്പെടുന്നത് RQവിന്റെ അടിസ്ഥാനത്തിലാണ്. ബോറടിക്കുന്നുണ്ടോ? അതെ, അല്ല ഞാൻ പറയുന്ന ബോറടിക്കുന്നുണ്ടോ? പക്ഷെ നാളെ ഇന്നിവിടെ ഇല്ലാത്ത ഒരാളിനോട് പോയി ലിസി അയാൾ വലിയ ബോറായിരുന്നു പറഞ്ഞാൽ പറയില്ല. പറഞ്ഞാൽ ഞാൻ അയാളുടെ മുമ്പിൽ മോശക്കാരനായി. ഇനി ലിസി വന്നപ്പോ മുതൽ ഞാൻ ലിസിയോട് സാമുവൽ കോസിമോദോ പറഞ്ഞതുപോലെ മനസ്സ് നമ്മളെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭീകരമായി കത്തി വെച്ചെന്ന് വെച്ചോ, അപ്പൊ ലിസിക്ക് ബോറടിക്കും. പക്ഷെ ലിസി പുറത്തു പോയിട്ട് GS പ്രദീപിന്റെ അടുത്ത് സംസാരിച്ചു, നല്ല രസമായിരുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ മുമ്പിൽ ഞാൻ ജയിച്ചു. അപ്പൊ സത്യത്തിൽ മറ്റൊരാളിന്റെ മുമ്പിൽ എന്നെ കുറിച്ചുള്ള അഭിപ്രായം രൂപീകരിക്കപ്പെടുന്നത് എന്റെ IQവും EQവും SQവും കൊണ്ടൊന്നും അല്ല. ലിസി എന്താണ് എന്നെ കുറിച്ച് അയാളോട് പറയുന്നത് എന്ന അടിസ്ഥാനത്തിലാണ്. അപ്പൊ ലിസിക്ക് എന്നെ കുറിച്ച് നല്ലത് പറയാൻ എന്റെ IQ മാത്രം പോരാ, മറിച്ച് നല്ലത് പറയാൻ തോന്നിപ്പിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് നമ്മൾ തമ്മിൽ ഉണ്ടാകണം, ഒരു റാപ്പോ ഉണ്ടാകണം. ഇന്ന് ലോകത്തിൽ വിജയി തീരുമാനിക്കപ്പെടുന്നത് ഈ റിലേഷൻഷിപ്പ് കോഷ്യന്റിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് RQ. അത് രാഷ്ട്രീയ കക്ഷികളിലാകട്ടെ, ജനാധിപത്യ സംവിധാനത്തിലാകട്ടെ, ഭാര്യയും ഭർത്താവും തമ്മിലാകട്ടെ, അച്ഛനും മക്കളും തമ്മിലാകട്ടെ, വിദ്യാർത്ഥികളും അറിവും തമ്മിലോ വിദ്യാർത്ഥികളും പുസ്തകങ്ങളും തമ്മിലോ, നമ്മളും ഈ വിശ്വപ്രകൃതിയും തമ്മിലോ ഒക്കെ, രാജ്യങ്ങൾ തമ്മിലോ കോർപ്പറേറ്റുകൾ തമ്മിലോ, എവിടെയും ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പാരസ്പര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ റിലേഷൻഷിപ്പ് കോഷ്യന്റ് എത്ര കണ്ട് പോസിറ്റീവും കളർഫുള്ളും ആകുന്നോ അവിടെ മനുഷ്യർ വിജയിക്കുന്നു എന്നതാണ് വർത്തമാനകാല സിദ്ധാന്തം. That is why the world seems to be a different nowadays. കാരണം പഴയ കാലങ്ങളിലേതുപോലെ ഒറ്റയ്ക്ക് ഡാവിഞ്ചിക്കോ, ഒറ്റയ്ക്ക് പിക്കാസോയോ, ഒറ്റയ്ക്ക് ഓർവെൽ റൈറ്റോ, ഒറ്റയ്ക്ക് എഡിസണോ ഉണ്ടാകാൻ വളരെ പ്രയാസമുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇൻഡിവിജ്വൽ ട്രെയ്റ്റുകൾക്ക്, വ്യക്തി ഗുണങ്ങൾക്ക് ഇന്ന് വലിയ പ്രാധാന്യമില്ലാതെ പോകുന്നു. തെറ്റല്ല, നല്ലതാകാം. കളക്റ്റീവ് എഫേർട്ടാണ് ഇന്ന് പ്രധാനം. ഈ കളക്റ്റീവ് എഫേർട്ട് പ്രധാനമാകാൻ കാരണം വർത്തമാനകാലത്തിൽ റിലേഷൻഷിപ്പ് കോഷ്യന്റിന് അത്രമേൽ പ്രാധാന്യം ഉണ്ടാകുന്നു എന്നതുകൊണ്ടാണ്. ഓക്കെ, എന്നാലും ഇമോഷന്റെ കാര്യം പറഞ്ഞു പോയത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, സാറിന് കൈകാര്യം ചെയ്യാൻ പാടുള്ളൊരു ഇമോഷൻ എന്താണ്? ഒരു സാഹചര്യം ഞാൻ പറയാം. ഇപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ആള് വൈകാരികമായി ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ സാർ കാണും, അല്ലെങ്കിൽ വൈകാരികമായ ഒരു പ്രകടനം ഉണ്ടാകുന്നു സാറിന്റെ ഫ്രണ്ടില്. അപ്പോൾ അത് ആ ഒരു അവസ്ഥയിൽ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പം അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? അല്ലെങ്കിൽ ആളിന് നമുക്ക് സാർ പെട്ടെന്ന് ഫ്രണ്ടിലിരിക്കുന്ന ആളിനെ മനസ്സിലാകും, പക്ഷെ ഇമോഷണലി ആ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കാറുണ്ടോ? അങ്ങനെ അത്തരം കാര്യങ്ങളൊന്നും എന്നെ വലിയ രീതിയിൽ ബാധിക്കാറില്ല. വൈകാരികമായി ഹാൻഡിൽ ചെയ്യാൻ പ്രയാസമുള്ള വിഷയങ്ങൾ ഒരുപാട് ഉണ്ടാകാറുണ്ട്. അതെല്ലാ മനുഷ്യർക്കും ഒരുപാട് ദൗർബല്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ആ ദൗർബല്യങ്ങളാണ് അവരുടെ ശക്തിയും പലപ്പോഴും. അതെ, ഒരു യൂണിക്നെസ് അത് തന്നെയാണ് അല്ലേ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഉദാഹരണം പറയട്ടെ, നിങ്ങൾ എന്നോട് 1,00,000 ആളുകളുള്ള ഒരു സദസ്സിനെ സംസാരിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ഞാനേറെ ആഹ്ലാദത്തോടെ സ്വീകരിക്കും. ആ അക്രമികളായ 1000 പേരോട് സംസാരിച്ച് ശാന്തരാക്കാൻ ആവശ്യപ്പെട്ടാൽ ഞാൻ വളരെ കംഫർട്ടബിൾ ആണ്. അക്രമാസക്തമായ ഒരു ആൾക്കൂട്ടത്തിനിടയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നാലും എന്നെ അത് അലട്ടുന്ന വിഷയമല്ല. ഈ പഴയ കുട്ടിക്കാലത്തെ കഥകൾ പോലെ സെമിത്തേരിയില്, ശവപ്പറമ്പില്, പ്രേതാലയങ്ങളില് ഒക്കെ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ആഹ്ലാദിക്കുന്ന ഒരാളാണ്. മനുഷ്യർക്കോ മനുഷ്യേതരം എന്നൊക്കെ പറയുന്ന ഈ ഭൂതപ്രേതാദി ഇതൊക്കെ പറയുന്ന സംഗതികളോ ഒന്നും എന്നെ ജീവിതത്തിൽ അലട്ടുന്നതേ ഇല്ല. അതൊരു പക്ഷേ മനുഷ്യരിൽ വിശ്വാസം കൂടുതലുള്ളത് കൊണ്ടും മറ്റൊന്നിലൊന്നും ഒട്ടും വിശ്വാസം ഇല്ലാത്തത് കൊണ്ടും ആകാം ഇതൊന്നും അലട്ടുന്നതല്ല. പക്ഷെ ലിസി, ഈ വീടിന്റെ മുൻവശത്തെ റോഡിൽ ഒരു നായ ഉണ്ട് എന്നിരിക്കട്ടെ, ഞാൻ ആ നായ പോകാതെ ഒരുപക്ഷെ ഞാൻ ഈ വീടിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയെന്ന് വരില്ല. കാരണം നായയോട് നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല. നായയ്ക്ക് നമ്മൾ ഐൻസ്റ്റീൻ്റെയും ഗാന്ധിയുടെയും കഥ പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യമില്ലല്ലോ.
എനിക്ക് നായ്ക്കളോടുള്ള ഭയം കുട്ടിക്കാലം മുതലുള്ളതാണ്. ഞാൻ കഴിയുന്നതും നായകളെ വളർത്തുന്ന വീട്ടിൽ പോലും പോകാറില്ല. മനുഷ്യരോട് വല്ലാത്ത ഇഷ്ടവും വിശ്വാസവുമാണ്. മനുഷ്യരെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാകാം. പെറ്റ്സിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. വീട്ടിലും പലപ്പോഴും സംഘർഷം ഉണ്ടാകുന്ന പ്രധാന കാരണങ്ങളൊന്നും അതാണ്. കാരണം വീട്ടിലുള്ളവർക്കൊക്കെ പെറ്റ്സിനെ ഇഷ്ടമാണ്. ഡിപ്രഷൻ കുറയ്ക്കാൻ പെറ്റ്സ് നല്ലതാണ്. ആ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല വ്യക്തിപരമായി. കാരണം നമ്മളൊരു സുന്ദരിയായ ഒരു പക്ഷിയെ വാങ്ങുന്നു, നമ്മളതിനെ വളർത്തുന്നു, നമ്മളതിനെ ലാളിക്കുന്നു, കൂട്ടിലടക്കി ഇങ്ങനെ വേണോ ആയിക്കോട്ടെ. ആ സമയത്തെല്ലാം നമ്മൾ ഡിപ്രഷൻ കുറയും. നമുക്ക് സങ്കടം വന്നാലും നമ്മൾ ആ പെറ്റ്സിനോട് ചിലവഴിക്കുമ്പോൾ നമ്മൾ ഉല്ലാസമാവും. ഇതൊക്കെയാണ് നിങ്ങളുടെ തിയറി. ഞാൻ അതിനെക്കുറിച്ചേ ചിന്തിക്കുന്നില്ല. ഞാൻ ചിന്തിക്കുന്നത് എന്നേക്കാൾ തുലോം ആയുസ് കുറവായ ഒന്നാണ് ഞാൻ വളർത്തുന്നത് എന്തും, അല്ലേ? അല്ലെങ്കിൽ ഞാൻ കടലാമയെ വളർത്തണം. എന്നേക്കാൾ ആയുസ് കുറവായ ഒന്നിനെ, എൻ്റെ കൺമുന്നിൽ എന്നെ വിട്ടുപോകുന്ന ഒന്നിനെ, ഞാൻ സ്നേഹിച്ച ഒന്ന് എൻ്റെ ജീവിതകാലത്ത് എന്നിൽ നിന്ന് വിടവാങ്ങുന്നതിനെ ഞാൻ സഹിക്കണ്ടേ? ലോകത്തിൽ അച്ഛൻ്റെ മരണം, അമ്മയുടെ മരണമൊക്കെ എല്ലാ മനുഷ്യർക്കും വേദന ഉണ്ടാക്കുന്ന ഒന്നാണ്. എന്നാൽ അത് സഹ്യമാണ്, അത് അനിവാര്യമാണ് ഏറെക്കുറെ. കാരണം 90% സാഹചര്യങ്ങളിലും അച്ഛനമ്മമാർ മരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ മക്കൾ മരിക്കുന്നത് സഹ്യമല്ല, അസഹ്യമാണ്. കാരണം അത് വളരെ അപൂർവമാണ്, നമുക്ക് ശേഷം ജനിച്ച ഒന്നാണ്, നമ്മുടെ കാലത്തോളം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നാണ്. നമ്മുടെ കൺമുന്നിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഷാറ്റേർഡ് ആകും. അതുപോലെ തന്നെയല്ലേ നിങ്ങളൊരു പെറ്റിനെ ആകട്ടെ, മനുഷ്യനെ ആകട്ടെ, നിങ്ങൾ ഒന്നിനെ വളർത്തുകയും നിങ്ങളുടെ കൺമുന്നിൽ അതില്ലാതാവുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഷാറ്ററിങ് ഉണ്ടല്ലോ. എനിക്ക് വേദന, മറ്റൊരാളിന്റെ വേദന എന്നെ പലപ്പോഴും അസ്വസ്ഥമാക്കാറുണ്ട്. എന്റെ വേദന എനിക്ക് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. വേദനകളോടൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള, ജീവിതത്തിൽ ആവശ്യത്തിലേറെ വേദനകൾ അനുഭവിച്ചവരാണെന്നുള്ള നിലയ്ക്ക് ഈ അറിവാണോ ഈ ജീവിതത്തിൽ അനുഭവിച്ച പെയിൻ ആണോ കരുത്തുള്ള ഒരു വ്യക്തിയാക്കി? അറിവിനേക്കാൾ വലിയ പെയിൻ ഉണ്ടോ? അറിവ് പെയിനാണോ? ലോകത്തിലെ ഏറ്റവും വലിയ വേദന അറിവല്ലേ? ചങ്ങമ്പുഴ വേദന ലഹരി പിടിക്കും വേദന ഞാനിതിൽ മുഴുകട്ടെ മമ ജീവനിൽ എന്നൊരു മുരളി മൃദുരവ മുഴുകട്ടെ എന്ന് എഴുതി. ഈ വേദന ഒരു അറിവ് പറഞ്ഞു തരട്ടെ, സഹിക്കാൻ കഴിയാത്ത ഒരു അറിവ്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നടനോട്, MLA കൂടിയായിരുന്ന ഒരു നടനോട് ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രദീപേട്ട എനിക്ക് അറിയില്ലായിരുന്നു സംഭവം. 1870-കളിലാണ് തമിഴ്നാട്ടിലെ ഒരു ദേവദാസി സമ്പ്രദായത്തിൽ ജീവിക്കാൻ നിർബന്ധിതയായ ഒരു 16 വയസ്സുകാരി പെൺകുട്ടി. ദേവദാസി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ സമ്പന്നർക്ക് ശരീരം വിൽക്കാൻ നിർബന്ധിതരായവർ എന്നല്ല അന്നത്തെ അർത്ഥം. സമ്പന്നരായ ബ്രാഹ്മണർക്ക് ശരീരം വിൽക്കാൻ അവർ നിർബന്ധിതരാണ്. സമ്പന്നനല്ലെങ്കിലും ബ്രാഹ്മണർക്ക് ശരീരം വിൽക്കുകയെല്ലാം നിർബന്ധമാണ്. ആ ആചാരത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെട്ട് പുറത്തു കടന്നു ഈ 16-കാരി പെൺകുട്ടി. എങ്ങനെയോ ജന്മനാ നൈസർഗികമായി കിട്ടിയ നൃത്തത്തിന്റെയും അഭിനയത്തിന്റെയും കഴിവുണ്ടായിരുന്നു അവൾക്ക്. അവിടെ പുറത്ത് കടന്നതോടൊപ്പം തന്നെ അവളൊരു നാടക കമ്പനി തുടങ്ങി സ്വയം. പലരിൽ നിന്നും പൈസയൊക്കെ ചെറിയ രീതിയിൽ സമാഹരിച്ചു. അവളുടെ ഒരു ബാലാമണി ടാക്കീസ് എന്ന് പറഞ്ഞ നാടകം തുടങ്ങി. 1000-ഓളം സ്ത്രീകൾക്ക് പിന്നീട് ക്രമേണ അവളുടെ നാടക കമ്പനി ജോലി കൊടുത്തു. 2000-ൽ പരം സ്ത്രീകളെ വിവാഹം കഴിപ്പിച്ചയച്ചു, തൊഴിൽ കൊടുത്തു. ഈ കുംഭകോണ നഗരത്തില് 100 ഏക്കർ സ്ഥലത്തിൽ 500 ജോലിക്കാരുള്ള ഒരു കൊട്ടാരം കെട്ടി അവള്. ബാലാമണി ടാക്കീസിലേക്ക് 4 കുതിരകളെ പൂട്ടിയ വെള്ളിത്തേരിൽ, പ്യുവർ സിൽവർ ചാരിയറ്റിലാണ് അവൾ പോയിക്കൊണ്ടിരുന്നത്. ഒരു ദേവദാസിയായിരുന്നു. കഠിനാധ്വാനത്തിലൂടെ കലയിലൂടെ വന്നതാണ്. ആ കലയുടെ മഹാത്മ്യം ഏതുവരെ എത്തണമെന്ന് അറിയണമെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരുന്നു ഭരിച്ചിരുന്നത്. ബാലാമണി സ്പെഷ്യൽ എക്സ്പ്രസ് എന്നുള്ള പേരിൽ 2 ട്രെയിൻ ഉണ്ടാക്കിയവര്. കുംഭകോണത്തേക്ക് 5000 ആളുകൾ വരും ആ ട്രെയിനെ. ബാലാമണിയുടെ പേരിൽ 2 ട്രെയിനാണ്. നാടകം കാണാൻ വരുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം. താരാശശാങ്കം എന്ന് പറഞ്ഞാൽ അവളുടെ ഒരു നാടകം 1886, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടപ്പോൾ 150 വർഷങ്ങൾക്ക് മുമ്പുള്ള യാഥാസ്ഥിതിക സൗത്ത് ഇന്ത്യയില് ഭർത്താവിനോടുള്ള വിശ്വസ്തത തെളിയിക്കാൻ വേണ്ടി, കാമുകനോടുള്ള വിശ്വസ്തത തെളിയിക്കാൻ വേണ്ടി പൂർണ്ണ നഗ്നയായി രംഗത്ത് പ്രത്യക്ഷപ്പെടുന്ന നായിക. അന്ന് 150 വർഷങ്ങൾക്ക് മുമ്പ് ബാലാമണി ഒരു ട്രാൻസ്പെറന്റ് സ്ക്രീനിന് പിന്നിൽ പൂർണ്ണ നഗ്നയായി കുംഭകോണത്തെ സദസ്സിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ പിയറി ലോട്ടി എന്ന് പറയുന്ന ഫ്രഞ്ച് റൈറ്റർ എഴുതിയത് ദ ഡ്രാമ ക്വീൻ ഓഫ് ഇന്ത്യ, ദ ഗ്രേറ്റസ്റ്റ് മൊമെന്റ് ഇൻ വേൾഡ് തിയേറ്റർ എന്നാണ്. ലോകത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത വിപ്ലവമാണ് അവൾ ഉണ്ടാക്കിയത്. അന്ന് 50 സ്ത്രീകൾ സ്വന്തം നിലയ്ക്ക് സമ്പത്ത് നേടിയ, കഴിവുകൊണ്ട് സമ്പത്ത് നേടിയ 50 ലോക സ്ത്രീകളെ കുറിച്ച് ഇറക്കിയ പുസ്തകത്തില് ഇന്ത്യയിൽ നിന്ന് ഇടം പിടിച്ച ഒരേ ഒരു വനിത. വൺ ഓഫ് ദ 50 richest women.
സെൽഫ് അക്യുവേറ്റ്. ഒടുവിൽ ഈ ദാനകർമ്മങ്ങളുണ്ട്, എല്ലാ സ്ത്രീകളെ വിവാഹം കഴിപ്പിച്ചയച്ചു, എല്ലാം ചെയ്തോളൂ. അങ്ങനെ ദാനകർമ്മങ്ങൾ നടത്തി സാമ്പത്തികമായി ക്ഷയിച്ചപ്പോൾ ഓല പോലും മേയാത്ത ഒരു കുടിലിൽ അവരെല്ലാം പട്ടിണി കിടന്ന് മരിച്ചപ്പോൾ അവളുടെ ശവശരീരം ദഹിപ്പിക്കാൻ ഒരു സേവകന് പല വീടുകളിൽ ഭിക്ഷയാചിക്കേണ്ടിയൊക്കെ വന്നു. ബാലാമണി മരിച്ച് 10 വർഷമാകുന്നതിന് മുമ്പ് ഈറോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സാംസ്കാരിക കലാരക്ഷകർത്തൃ യോഗം നടന്നു. പാർത്ഥസാരഥി അയ്യങ്കാർ എന്ന വളരെ ആദരണീയനായ ഒരു ബ്രാഹ്മണന്റെ നേതൃത്വത്തിലാണ് ആ യോഗം നടന്നത്. ആ യോഗം കൂടിയിട്ട് അവർ പ്രഖ്യാപിച്ചു, ബാലാമണി അടക്കമുള്ള ദേവദാസികളുടെയും ഹീനജാതിക്കാരുടെയും കരങ്ങളിൽ നിന്ന് നൃത്ത സംഗീത അഭിനയ കലകളെ മോചിപ്പിച്ച് സവർണ പുരുഷന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ച് ഈ കലയെ രക്ഷിക്കണം. ബാലാമണിയുടെ താരാശശാങ്കം അടക്കമുള്ള പുസ്തകങ്ങളുടെ അവസാന പ്രതി വരെ കത്തിച്ചു കളഞ്ഞുകൊണ്ട് അത് നിരോധിച്ചു. ഇന്ത്യയുടെ കൾച്ചറൽ ഹിസ്റ്ററിയിൽ നിന്ന് കുംഭകോണം ബാലാമണിയുടെ പേര് മായ്ച്ചു കളഞ്ഞു. ഇത് ഒരു പാഠപുസ്തകത്തിന് ബാലാമണിയെ പഠിക്കാനില്ല, ഇന്ത്യയിലെ കൾച്ചറൽ ഹിസ്റ്ററിയിലും ഇല്ല. പേരിലോട്ടിയുടെ പുസ്തകത്തിൽ ബ്രിട്ടീഷുകാർ പക്ഷേ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് കൊണ്ട് ഇന്ത്യൻ കൾച്ചറൽ ഹിസ്റ്റോറിയനായ നമ്മുടെ സായി വിജയ് ബാലാമണിയെ കുറിച്ച് എഴുതി. എൻ്റെ ഈ കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ നിയമസഭാ പുസ്തകോത്സവത്തിലെ ആഘോഷിക്കപ്പെടാത്ത മനുഷ്യോത്സവങ്ങൾ എന്ന പുതിയ പുസ്തകത്തിൽ 12ാമത്തെ പുസ്തകത്തിലെ 1ാമത്തെ ചാപ്റ്റർ ബാലാമണിയെ കുറിച്ചാണ്. കനൽ തിന്ന് കലഹിച്ചവളെന്ന്. ഇതിന്റെ അവസാനത്തെ വാചകം എഴുതിയിരിക്കുന്നത് ബാലാമണിയുടെ ടാക്കീസിലെ ഗ്രീൻ റൂമിലെ ചുമർ കണ്ണാടിയിൽ ഒരു വട്ട പൊട്ടൊട്ടിച്ച് വെച്ചിട്ടുണ്ടാക്കും. പൂണൂലിൽ തെരിപ്പിടിച്ച് തളർന്നുപോയ പുരുഷ വിരലുകൾക്ക് എത്താൻ പറ്റില്ല ആ വട്ടപ്പൊട്ടിന്റെ ഉയരങ്ങളെ എന്നാണ് ഞാൻ പറഞ്ഞത്. ബാലാമണിയെ കുറിച്ച് അറിയുമ്പോൾ ഒരു വിങ്ങൽ ഉണ്ടാകുന്നില്ലേ? അറിവ് ഏറ്റവും വലിയ മുറിവാണ്. അറിവുകൾ ആഹ്ലാദവും പകരുന്നതാണ്. അറിവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു ഗ്രേറ്റസ്റ്റ് ഫോം ഓഫ് ഡോമിനന്റ് ആർട്ടിസ്റ്റ് നോളജ് എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ. വിജ്ഞാനം അത്രമേൽ സമ്പുഷ്ടമായ ഒരു കലാരൂപം കൂടിയാണ്. GS പ്രദീപ് നമുക്കെല്ലാവർക്കും ഒരുപാട് അറിവും ആനന്ദവും അല്ലെങ്കിൽ ആദരവോടെ നോക്കുന്ന ഒരാളാണ്. ചിലർക്കെങ്കിലും ഒരു പക്ഷേ GS പ്രദീപ് എന്ന് പറയുമ്പോൾ വേറൊരു എനിക്കങ്ങനെ ഇല്ല കേട്ടോ, ഞാൻ പറയണ വേറൊരു വികാരം ഉണ്ടായിട്ടില്ലേ എന്ന് ഞാൻ സംശയിക്കും. ചില ആൾക്കാർക്കെങ്കിലും ആത്മവിശ്വാസം കൂടുതലുള്ളത് കൊണ്ട് ഒരു ചെറിയ അഹങ്കാരമില്ലേ എന്ന് ചിലർക്കെങ്കിലും ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരുപക്ഷെ സാർ അങ്ങനെയല്ലെന്ന് എനിക്കറിയാം, നേരിട്ടറിയാവുന്നവർക്ക് തോന്നിയിട്ടില്ല. അതെ എനിക്കറിയാം. ഞാൻ പറഞ്ഞു അതുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാല് അത് വേദനിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നതിൽ ഒരു വേദന തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല തോന്നിയിട്ടില്ല. കാരണം അങ്ങനെ അവർക്ക് തോന്നണമെങ്കിൽ അവരെ അത് തോന്നിപ്പിക്കുന്ന ഘടകങ്ങളുണ്ടാവും. നമ്മുടെ വേഷമാകാം, ചിലപ്പോൾ അശ്വമേ നമുക്ക് തുടങ്ങുമ്പോഴൊക്കെയുള്ള വേഷമോ അല്ലെങ്കിൽ പ്രോഗ്രാമിലുള്ള വേഷം, ഈ സ്യൂട്ടും കാര്യങ്ങളും ഒക്കെ മാറി നിൽക്കുന്ന മറ്റൊരാൾ എന്ന രീതിയിൽ ചിലപ്പോൾ ബഹുമാനം തോന്നാം, ചിലപ്പോൾ അയ്യോ എന്ന് തോന്നാം, ചിലപ്പോ ഇയാൾ വലിയ ജാടയാണോ എന്ന് തോന്നാം എന്നൊക്കെ പറയുന്നത് പോലെ. അതൊക്കെ മനുഷ്യർ ഈ തോന്നുന്നതിന് അവരെ കുറ്റം പറയുന്നതിന് അത് അവരുടെ അവകാശമാണ്. ഞാൻ അതാണല്ലോ ആദ്യം പറഞ്ഞത്. ഇനി തോന്നുന്നതിന് എന്തിനാ വിഷമിക്കുന്നത്? അങ്ങനെയാണ് അയാൾ വളരെ സാധുവായ ഒരു മനുഷ്യനാണ് കേട്ടോ എന്ന് പറയുമ്പോഴും വിഷമം അല്ല, എന്ന് പറയുമ്പോഴും വിഷമം വരണ്ടേ? എനിക്കങ്ങനെ ഞാൻ വളരെ സാധുവാണ് എന്ന് പറയുന്നത് ഇഷ്ടമല്ല. പക്ഷെ പല ആളുകളും പറയാറുണ്ട് നിങ്ങൾ എന്തൊരു പാവമാണ് മനുഷ്യ എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ സങ്കടം. ഒരുപാട് പേര് പറയാറുണ്ട് ഇയാൾ ഇത്തിരി തന്റേടിയാണല്ലോ എന്നൊരു അഭിപ്രായം. എനിക്ക് തന്റെ ഇടം എന്നുള്ള വാക്കിനോട് വലിയ ഇഷ്ടമാണ് കേട്ടോ. കാര്യം തന്റെ ഇടം എന്ന മലയാള വാക്കിന്റെ അർത്ഥം തന്റേതായ ഇടം എന്നാണ്. ഒരാൾ തന്റേടിയാണ് എന്നതിനർത്ഥം അയാൾക്ക് തന്റേതായ ഒരു ഇടം ഉണ്ടാക്കിയ ഒരാളാണ് അയാൾ എന്നുകൂടിയാണ്. അഹങ്കാരി ആണോ ഞാനെന്ന് ചോദിച്ചാലല്ല. എനിക്ക് എന്നിലൊരു ആത്മവിശ്വാസമുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി അഹങ്കാരം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുകയും മറ്റുള്ളവരുടെ കഴിവുകൾ അവിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അഹങ്കാരി. ഞാൻ എന്നെ എത്രമേൽ വിശ്വസിക്കുന്നു അതിലേറെ എനിക്ക് ചുറ്റുമുള്ള എല്ലാവരുടെയും പ്രതിഭകളെ വിശ്വസിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. മാത്രമല്ല ഞാനൊരു സ്റ്റുഡന്റ് ആണെന്നേ, മറ്റുള്ളവരെ കാണാനും പഠിക്കാനും എന്നും ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഓർമ്മ വരുന്നത് സാർ പല 2-3 ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്. ശ്രീലങ്കയില് ഒരു ഷോയിലിരിക്കുമ്പോ കറണ്ട് പോകുന്നു, കറണ്ട് പ്രിപ്പയർ ചെയ്യാൻ വരുന്ന ഒരു സമയത്ത് അതെ അത് പിന്നെ രണ്ടാമതൊരു ഇൻസിഡന്റ് മമ്മൂട്ടി എടുത്ത് ഇത് രണ്ടും വളരെ അതത്തരം ഇൻസിഡന്റുകളല്ലേ. അതല്ല അതെന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഇന്റലിജൻസിന്റെ വേറൊരു തലം ഉണ്ടാകും, ഹൈപ്പർ ഇന്റലിജൻസിന്റെ ഒരു തലമാണത്. അത് 24 മണിക്കൂർ മനുഷ്യന് സാധ്യമാകുന്ന കാര്യമൊന്നുമല്ല. എന്നാലും ചിലപ്പോൾ എല്ലാ മനുഷ്യരിലും ഉണ്ടാകാൻ സാധ്യതയാണ്. നമ്മളത് പരിശീലിക്കും തോറും കൂടുതലുണ്ടാകും. എന്നല്ല ലിസി, അതായത് ലിസി ഈ മത്സര പരീക്ഷകൾക്ക് തയ്യാറാകുന്ന ആളുകൾ കുട്ടികളൊക്കെ ഉണ്ടല്ലോ,
അവരെന്താ ചെയ്യുക? അവർ പഠിക്കുകയാണ്. എൻ്റെ തിയറി, നമ്മൾ പഠിച്ചത് ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ് അക്കാഡമിക് ഇന്റലിജൻസ് അല്ലെങ്കിൽ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ വേണ്ടത്. എൻ്റെ തിയറി, നമ്മൾ പഠിക്കാത്തത് നമ്മുടെ അറിവിൽ ഉണ്ടാവില്ലേ? നമ്മുടെ ആൽഫ സ്റ്റേജിന് അപ്പുറത്തേക്ക് നമ്മൾ ഇതുവരെ കാണാത്തതും പഠിക്കാത്തതുമായ കാര്യങ്ങൾ നമ്മുടെ അറിവിലുണ്ടാകും. എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം നമ്മളിൽ തന്നെ ഉള്ളത് കണ്ടെത്താൻ നമുക്ക് കഴിയുന്ന ഒരു മൊമെന്റിനെയാണ് ഹൈപ്പർ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അത് പലപ്പോഴും സാധ്യമാകാറുണ്ട്. അതൊരു ട്രിക്കൊന്നുമല്ല. അത് നമ്മുടെ നമ്മളിപ്പോ കണ്ണടച്ച് ലിസി ഇംഗ്ലീഷ് ആൽഫബറ്റ് പറയൂ, തിരിച്ചു പറയാൻ പറയരുത്, പറ്റില്ല. വളരെ കോൺഷ്യസ് ആയിട്ട് ഞാൻ പറയേണ്ടി വരും. കോൺഷ്യസ് ആയി തന്നെ പറഞ്ഞോളൂ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ലിസി നമ്മളിങ്ങനെ കണ്ണടച്ചിട്ട് നോക്കിയാൽ ഒരിടത്തും എഴുതാതെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഈ തലച്ചോറിനകത്ത് അതിന്റെ ഉത്തരം കിടക്കുകയല്ലേ. എവിടെ ഒരു ആൽഫബറ്റ് നോക്കൂ, എഴുതിയിരിക്കുന്നത് ABCDEFGHIJKLMNO PQRSTUVWXYZ. ഇത് കണ്ടു നമ്മൾ. ഇനി നമ്മൾ ഇവിടെ ഇങ്ങോട്ടങ്ങ് വായിച്ചാ പോരെ? പ്രാക്ടീസ് വേണ്ടേ? AZYXWVZ PONMLKJIHGFEDCBA എഴുതിയിരിക്കുന്ന വായിക്കുകയാണ് ഞാൻ ചെയ്തത്. ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതൊരു മാജിക് ഒന്നുമല്ല, ഇത് എല്ലാ മനുഷ്യരുടെയും കണ്ണിലുണ്ട്. നമ്മളൊരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട്, വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് ഒരു ഹാഫ് ക്ലോസ്ഡായി നമ്മളൊരു 10 മിനിറ്റ് ആ മെഴുകുതിരിയെ ഉറ്റുനോക്കിയാൽ നമ്മൾ ആ മെഴുകുതിരി നമ്മുടെ ഞാൻ മെഴുകുതിരി ഇവിടെ മുന്നിൽ കത്തിച്ചു വെച്ച് ഉറ്റു നോക്കി കഴിഞ്ഞതിന് ശേഷം ആ ഹാഫ് ക്ലോസ്ഡ് ആയി ഞാൻ പുറം തിരിഞ്ഞിരുന്നാലും എന്റെ കൺമുന്നിൽ എനിക്ക് ആ മെഴുകുതിരി കണ്ടുകൊണ്ട് എത്ര നേരം ഇരിക്കാൻ കഴിയുമെന്നുള്ളതാണ് വർദ്ധിപ്പിക്കേണ്ടത്. നമ്മൾ ചിലരിൽ 2 മിനിറ്റ് ആവുമ്പോൾ ആയും, കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ 10 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ആവും. ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാലും ആ വായിച്ചു കഴിഞ്ഞ പുസ്തകം വലിച്ചെറിഞ്ഞ് കളഞ്ഞോ, തിരിച്ച് കട്ടിലിൽ പോയി കിടക്കുമ്പോഴും ആ പുസ്തകം നമുക്ക് വായിക്കാൻ പറ്റും. അതിൽ കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, നമ്മുടെ കാഴ്ചയിൽ നിറഞ്ഞു നിൽക്കുക എന്നാണ്. അതിനെയാണ് ഹൈപ്പർ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, അല്ലേ? വേദങ്ങളെ കുറിച്ചൊക്കെ ഗ്രാഹ്യമുള്ള ആളാണ്. എനിക്കില്ല വേദങ്ങൾ. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചോദ്യം ധൈര്യപൂർവ്വം ചോദിക്കാം. അതായത് ഈ ലിബറേഷൻ ആണ് പറയുന്നത്, വേദിക് പ്രിൻസിപ്പിൾസ് പറയുന്നു. അത് പല രീതിയിൽ ലിബറേഷൻ സാധ്യമാകുമെന്ന് പറയുന്നു. അത് കർമ്മം കൊണ്ട്, കർമ്മയോഗ എന്ന് പറയുന്നത്, ജ്ഞാനം കൊണ്ട്, ജ്ഞാനയോഗ, ഭക്തി കൊണ്ട് നമുക്ക് ഒരു സാൽവേഷൻ അല്ലെങ്കിൽ ലിബറേഷൻ. അങ്ങനെയാണെങ്കിൽ ഈ വിസ്ഡത്തിന്റെ ഒരു ലെവലിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അറിവിന്റെ നിൽക്കുമ്പോൾ അതൊരു ലിബറേഷന്റെ അടുത്ത് എത്തി നിൽക്കുന്നില്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അങ്ങനെ ഒരു ഇതുണ്ടോ? ഇപ്പോ യോഗങ്ങളും സ്മൃതികളും സൂത്രങ്ങളും ഉപനിഷത്തുകളും ഒക്കെ രസകരമായി മെറ്റാഫിസിക്കൽ സയൻസുകളെ കുറിച്ച് പരാമർശിക്കാറുണ്ട്. അതിനെ ആധാരപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു അത്തരം ചർച്ചകൾക്കൊന്നും വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻവയോൺമെന്റൽ ആക്ടിവിറ്റികളൊക്കെ ആരംഭിക്കുന്നത് 1800-ന്റെ ലേറ്റർ സ്റ്റേജിലാണ്. അതിന് 600 വർഷം മുമ്പാണ് ഭൂമി ഓടിപ്പോകാതിരിക്കാൻ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ആണികളാണ് പർവ്വതങ്ങളെന്ന് പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയത്. അപ്പൊ ആദ്യത്തെ എൻവയോൺമെന്റൽ കമന്റ് രേഖപ്പെടുത്തപ്പെട്ട സ്ഥലത്തിൽ ഖുർആനിലാണെന്ന് പറയാം. ഭാരതീയ ഇതിഹാസങ്ങളിൽ അത്തരത്തിൽ നൂറുകണക്കിന്, ആയിരക്കണക്കിന് സംഗതികൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. യവനേതിഹാസങ്ങളിൽ കണ്ടെത്താൻ കഴിയും. ഇതെല്ലാം ചേരുന്നതാണ് മനുഷ്യകുലം. ഇതൊന്നും ഒരു അത്രമേൽ വേർതിരിഞ്ഞ് കിടക്കുന്നതല്ല. ഇതെല്ലാം അൾട്ടിമേറ്റ്ലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ മതപരമായ ഗ്രന്ഥങ്ങളും മതേതരമായ ഗ്രന്ഥങ്ങളും ഒക്കെ ഒന്ന് തന്നെയാണ്. ഇതെല്ലാം ചേരുന്ന ഒരു ക്രക്സ്, ഒരു കോറുണ്ട്, ഒരു സൂക്ഷ്മമുണ്ട്. ആ സൂക്ഷ്മത്തെയാണ് നമ്മൾ ദൈവമെന്നോ അതീന്ദ്രിയ ശക്തി എന്നോ പരാശക്തി എന്നോ പരമേശ്വരൻ എന്നോ കൃഷ്ണനെന്നോ ക്രിസ്തുവെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ ബുദ്ധനോ എന്ത് പേരിട്ട് വിളിച്ചാലും, ഒരു പേര് വിടാതെ ഒരു ബിന്ദു എന്ന് മനസ്സിൽ വിചാരിച്ചാൽ ഇതെല്ലാം കൂടി ചേരുന്ന ഈ നമ്മൾ ഈ പണ്ട് വെൻ ഡയഗ്രത്തിൽ പല വളയങ്ങൾ വരച്ചിട്ട് നടുക്കൊരു പോയിന്റ് ഉണ്ടാകുന്നത് പോലെ അത് ചേരുന്ന ഒരു പോയിന്റാണ്. അതിലേക്ക് എത്താനുള്ള പല രൂപങ്ങളാണ്. ഈ ലിബറേഷൻ എന്ന് പറയുന്ന പ്രയോഗത്തിനോടെ എനിക്ക് യാതൊരു തരത്തിലുള്ള യോജിപ്പില്ല. അടിസ്ഥാനപരമായി ഈ പുനർജന്മം എന്ന് പറയുന്ന സങ്കല്പങ്ങളിലൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. എന്നാൽ മനുഷ്യൻ മരിച്ച ശേഷം ജീവിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് കോടീശ്വരന്മാർ ഒരുപാട് പേർ മരിച്ചു പോയിട്ടും മേൽമുണ്ട് പോലും ഉടുക്കാത്ത അർത്ഥനഗ്നനായ സന്യാസി ഗാന്ധിജി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുള്ളത്. മരണശേഷവും മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട്.
പ്രേം നസീറും വയലാറും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ട്. ലിബറേഷൻ എന്ന് പറയുന്നത് മരണശേഷം നിങ്ങൾ അവശേഷിപ്പിച്ച ഒരു മൗലികതയെ, ഒരു നന്മയെ, ഒരു പുഞ്ചിരിയെ എങ്കിലും പിന്തുടരാൻ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ആർ ലിബറേറ്റഡ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതർവൈസ് ഓൾസോ ഇതിനകത്ത് അത്തരത്തിലുള്ള പ്രസക്തി ഒന്നുമില്ല. ഇവിടെ ഉള്ള കാലത്ത് എങ്ങനെയെന്നുള്ളതിനാണ് പ്രാധാന്യം, അല്ലേ? അതെ, തീർച്ചയായും. സാർ ഒരു വിജയത്തെ കുറിച്ച് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഫിലോസഫിക്കലായിട്ട് പറയാതിരിക്കുകയാണ്. വിജയം എന്ന് പറയുന്നതിന് ഒരു ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റിയാൽ അത് 20 വർഷത്തിന് മുമ്പ് കൊടുക്കുന്ന ഡെഫിനേഷന് ഇപ്പോഴും നമ്മൾ വിജയിക്കുന്നതാണ് പറയുന്നത്. അതിൽ ഐ സ്ട്രോങ്ലി ഡിസഗ്രി വിത്ത് യു. കാരണം 20 വർഷം മുമ്പ് കൊടുക്കുന്ന എൻ്റെ ഡെഫിനേഷനും ഇപ്പൊ കൊടുക്കുന്ന ഡെഫിനേഷനും ഒന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ അതെന്താണ്? പിടിച്ചെടുക്കലിന്റെ പേര് പരാജയമെന്നും വിട്ടുകൊടുക്കാൻ കഴിയുന്ന മനസ്സിന്റെ പേര് വിജയം എന്നുമാണ്. മറ്റൊരാൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ കഴിയുന്ന മനസ്സിന്റെ ഉടമയുടെ പേരാണ് വിജയം. ത്യാഗമല്ല, അതാണ് വിജയം. അതാണ് വിജയം. തീർച്ചയായും വിട്ടുകൊടുക്കുന്ന കഴിയുന്ന ആ നിമിഷത്തിൽ അയാൾ വിജയിച്ചു കഴിഞ്ഞു. പിന്നീട് ഒരു പരാജയത്തിനും തകർക്കാൻ പറ്റാത്ത രീതി വിട്ടുകൊടുത്തു എന്നും നമ്മൾ വിചാരിക്കുകയും എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഏറ്റെടുക്കാൻ തയ്യാറില്ല. നിങ്ങൾ ഈ വിചാരിക്കുന്നതിനെ കുറിച്ച് ബോധം അല്ല, എന്തിനാണെന്നേ നമ്മൾ വിചാരിക്കുക, മറ്റുള്ളവർ വിചാരിക്കുക, അതിനൊക്കെ കാര്യം എന്തോ? വൈ ഷുഡ് വി തിങ്കിങ് അബൌട്ട് വാട്ട് അതേഴ്സ് തിങ്ക് ആൻഡ് വാട്ട് വി തിങ്ക്? നമ്മുടെ പ്രവൃത്തിയിൽ കഴിയുകയാണ്. മറ്റുള്ളവർ എന്ത് വിചാരിച്ചു, നമ്മൾ എന്ത് വിചാരിക്കുന്നു, ഞാൻ ഈ മനസ്സിൽ ആക്കുന്നതാണ് ഏറ്റവും വലിയ മാനസിക രോഗം. മനസ്സിലാക്കുന്നതും ആക്കാതിരിക്കലുമല്ല, മനസ്സിൽ ആക്കുന്നതിനെ ആക്കാതിരിക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നതാണ് പ്രശ്നം. മനസ്സിനെ ഞാൻ ആദ്യം തുടങ്ങിയപ്പോ പറഞ്ഞെന്താ, മനസ്സെന്ന് പറയുന്നതിന് ജനലുകളൊക്കെ തുറന്നിട്ടൊരു വീടാണ്. അവിടെ എന്തും വരാം, എന്തും പോകാം. തീർച്ചയായും വളരെ ഈ നേരത്തെ പറഞ്ഞ പോലെ വിട്ടുകൊടുത്തു അല്ലെങ്കിൽ വളരെ ഞാനിപ്പോ ഒരാളിനെ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് എനിക്കുള്ള പല കാര്യങ്ങൾ ത്യാഗം ചെയ്ത് ഞാൻ അയാളെ സഹായിക്കുന്നു. പക്ഷെ ഞാൻ അയാളെ സഹായിച്ചുവെന്ന് അയാൾക്ക് തിരിച്ചറിയാൻ പോലും അയാൾ തയ്യാറാകുന്നില്ല. അയാൾ തിരികെ വളരെ മോശമായാണ് നമ്മളോട് പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ആ ഒരു സ്റ്റേജിൽ അതല്ലേ? അയാളെ കുറിച്ച് ഏത് നിമിഷത്തിൽ ഞാൻ ചിന്തിക്കുന്നോ അപ്പൊ ഞാൻ ചെയ്തത് മുഴുവൻ ഇല്ലാതായി. ഞാൻ അങ്ങനല്ല യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ വ്യക്തി നമ്മൾ ചെയ്തു കൊടുത്തതിന് പ്രത്യുപകാരം ചെയ്യണമെന്നില്ല. അയാൾ മനസ്സിലാക്കണമെന്നില്ല. എന്തിനാ മനസ്സിലാക്കണമെന്നില്ലെങ്കിലും അയാൾ മനസ്സിലാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രത്യുപകാരമാണ്. അയാൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്റെ ലിസി ഐ ലവ് യു എന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അതിന്റെ ഏറ്റവും വലിയ ചന്തം എപ്പോഴാണെന്നറിയോ? അല്ല, ലിസിയോട് ഞാൻ ഐ ലവ് യു പറയുമ്പോൾ ഞാൻ വിജയിക്കുന്നേ ഇല്ല. ലിസിക്ക് എന്നോട് ഐ ലവ് യു പറയണമെന്ന് ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് ഞാൻ വിജയിക്കുന്നത്, അല്ലേ? അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയോ നമ്മൾ ശ്വസിക്കുന്ന ഒരു ശ്വാസമോ പറയുന്ന ഒരു വാക്കോ ഒന്നും അതുണ്ടാക്കുന്ന റിസൾട്ടിനെ കുറിച്ച് ബോധർ ചെയ്തതുകൊണ്ടാകരുത്. ദാറ്റ് ഷുഡ് ബി ഫ്രീ ആൻഡ് റിയലിസ്റ്റിക് ഫ്രം അവർ ഹാർട്ട് ആൻഡ് മൈൻഡ്. അങ്ങനെ വരുമ്പോഴേ ഹൃദയഭാരം ഇല്ലാതെ വരും. അല്ലെങ്കിൽ ഈ നമ്മൾ ആദ്യം പറഞ്ഞതിന് മുഴുവൻ കടകരുത്തുക. അയാള് അത് മനസ്സിലാക്കിയെങ്കിലും ചെയ്യണമല്ലോ എന്ന് നമ്മൾ ചിന്തിച്ച അപ്പം മുഴുവൻ മുതൽ നമ്മുടെ മനസ്സിനകത്ത് ഭാരം വന്നല്ലോ. ഒന്നിനെ കുറിച്ചും എനിക്കൊരു ഭാരമില്ല. വിജയത്തെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചും ഒന്നും ഭാരമില്ല. ഇപ്പോൾ ഞാനൊരു ക്യാരം പ്ലെയറാണ്. ഞാൻ കേരള സ്റ്റേറ്റ് ടീം ക്യാപ്റ്റനാണ്. അറിയായിരിക്കുമല്ലോ, നാഷണൽ പ്ലെയറാണ്. സാമാന്യം നന്നായി കളിക്കും, ആളുകൾ കൈയടിക്കുന്ന രീതിയിലൊക്കെ കളിക്കും. പക്ഷെ കളിക്കുമ്പോൾ എല്ലാ കളി ജയിക്കില്ല. ചില കളി തോക്കും, ചില കളി ജയിക്കും. തോറ്റ കരയോ? ക്യാരംസ് കളിക്കുമ്പോൾ തോറ്റാൽ നമുക്ക് വലിയ ഭാരം വരുമോ? പിന്നെ ജീവിതത്തിൽ എന്താ ഭാരം വരുന്ന? എനിക്ക് ക്യാരംസ് കളിയിലാണ് കൂടുതൽ ഭാരം തോന്നുന്നത് തോക്കുമ്പോൾ. ക്യാരമിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കട്ട് അല്ലെങ്കിൽ ഒരു ഷോട്ട് അല്ലെങ്കിൽ ഒരു സ്ക്യൂസ്, ഒരു പോക്കറ്റിംഗ്, ഇതൊക്കെ നടക്കാതെ വന്നു കഴിഞ്ഞാൽ അയ്യോ എന്നാലും പറ്റിയില്ലല്ലോ, ഞാൻ എൻ്റെതായ പിഴവാണല്ലോ എന്നൊരു വിഷമം തോന്നും. അതിനേക്കാൾ വലിയ ഭാരമൊന്നും ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലമായി നമ്മുടെ സാംസ്കാരിക വകുപ്പിന്റെ സമുച്ചയത്തിന്റെ VC ആയിരുന്നു, വൈസ് ചെയർമാനായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വരികയും ഇടതുപക്ഷം പരാജയപ്പെടുകയും ചെയ്തു. പുതിയ ഗവൺമെന്റ് വന്നില്ല, റിസൾട്ട് വന്നു.
പുതിയ ഗവൺമെന്റ് വരിക, പുതിയ ഭരണസമിതി വരിക മുതലായ പ്രോസസ്സൊക്കെ ഉണ്ട്. പക്ഷെ ഞാനതിനൊന്നും കാത്തിരുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ രാജിവെക്കുകയും അപ്പോൾ നമ്മുടെ ഓഫീസിലെ സഹപ്രവർത്തകർ സെൻഡ് ഓഫ് വരികയൊക്കെ ചെയ്തു. സെൻഡ് ഓഫിൽ ഇവരൊക്കെ ഇങ്ങനെ വളരെ വാചാലരാവുകയായിരുന്നു. 5 വർഷക്കാലം നമ്മുടെ വൈസ് ചെയർമാൻ. എനിക്കാണെങ്കിലോ ചിരി സഹിക്കാൻ വയ്യ. ഇവരൊക്കെ ഈ വികാരം കൊള്ളുന്ന കാണുമ്പോൾ എനിക്കാണെങ്കിൽ വല്ലാത്ത ചിരിയാണ്. കാരണം ഞാനതിന് 5 വർഷങ്ങൾക്ക് മുമ്പ് മറ്റ് സ്ഥലങ്ങളിലായിരുന്നു കൂടുതൽ. കഴിഞ്ഞ 5 വർഷമായി ഇതിൽ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്താകും. ഇതൊന്നും ഈ ജീവിതത്തിന്റെ ഇടക്കാല താവളങ്ങളിലൊക്കെ നമ്മളൊന്നും ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ അഭിരമിക്കുക എന്നുള്ളതല്ലാതെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കും, ആളുകൾ മാറിക്കൊണ്ടിരിക്കും, ഇല്ലേ? അതല്ല എങ്കിൽ ഇപ്പൊ തിരഞ്ഞെടുപ്പിൽ തോറ്റുവരാൻ വല്ലാതെ ഡിപ്രസ്ഡ് ആവണ്ടേ? ചെറിയ പരാജയം വരുമ്പോൾ അങ്ങനെ വേദനിക്കേണ്ട കാര്യം, ജീവിതത്തെ വളരെ ലാഘവത്തോടെ തോന്നില്ല, ഹൃദയം തുറന്നു വെക്കുക, അതൊക്കെ നമുക്ക് പറയുമ്പോൾ കേൾക്കാൻ നല്ലതാണ്, അനുഭവിക്കാൻ നല്ലതാണ്. ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ റിസൾട്ട് കിട്ടുന്നത് ഭാരമില്ലാത്ത ഒരു അവസ്ഥ. പക്ഷെ എത്രമാത്രം സാധാരണക്കാർക്ക് അത് പ്രായോഗികമാണ്? പരാജയങ്ങൾ കളന്നു പോകുന്നവരല്ലേ കൂടി. ലോകത്ത് മറ്റേത് രാജ്യത്തിലും വേണമെങ്കിൽ ഞാൻ അംഗീകരിച്ചു കൊടുക്കാം, വലിയ സെറ്റ് ബാക്കുകളൊക്കെ വരുമ്പോൾ തളർന്നു പോകുമെന്ന്. ഞാനിവിടെ അംഗീകരിക്കില്ല. കാരണം കുറേയൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഭാഗ്യം കൊണ്ടാണ്. വിദേശ രാജ്യങ്ങളിൽ കുറേ പോയിട്ടുണ്ട്. എല്ലായിടത്തും പോകുമ്പോഴൊക്കെ ഉത്സവങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ, സ്വീഡനിൽ, ഡെൻമാർക്കിൽ, ഫിൻലൻഡിൽ, നോർവേയിലൊക്കെ പോകുമ്പോൾ പംകിൻ ഫെസ്റ്റിവൽ, ഓറഞ്ച് ഫെസ്റ്റിവൽ, ടൊമാറ്റോ ഫെസ്റ്റിവൽ, പഴങ്ങളുടെ പേരിൽ, നിറങ്ങളുടെ പേരിലൊക്കെ ഉത്സവമുണ്ട്. പിങ്ക് ഫെസ്റ്റിവൽ ഉണ്ട്. വ്യത്യസ്തങ്ങളായ നിരവധി ഉത്സവങ്ങളുണ്ട് ലോകത്തിൽ. ഈ ഉത്സവങ്ങളുടെ എല്ലാം ചരിത്രം അന്വേഷിച്ച്, അതിൻ്റെ ഇതിഹാസം, കഥ ഇതന്വേഷിച്ച് പോകുമ്പോൾ ഒരു പൊതുമ, ഒരു കോമൺനെസ് ഉണ്ട്. ഈ എല്ലാ ഉത്സവങ്ങളും ഒരു വിജയത്തിൻ്റെ ആഘോഷമാണ്, ഏതെങ്കിലും ഒരു വിജയത്തിൻ്റെ അനുസ്മരണമാണ്. ദൈവം വിജയിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് കുറേ ഉത്സവം, രാജാവ് നേടിയ വിജയത്തിൻ്റെ ഓർമ്മയ്ക്കാണ് വേറെ പല ഉത്സവങ്ങൾ, ഒരു ഗോത്രവർഗം മറ്റൊരു ഗോത്രവർഗത്തിനെതിരെ നേടിയ വലിയ വിജയത്തെ ആഘോഷമാക്കുന്ന ഉത്സവങ്ങൾ, പ്രണയം വിജയിച്ചതിൻ്റെ ആഘോഷമായി പിങ്ക് ഫെസ്റ്റിവൽ. അങ്ങനെയാണ് വിജയത്തിൻ്റെ അനുസ്മരണമാണ് ഉത്സവങ്ങൾ. ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങളിൽ പോകുമ്പോഴും ഇതാണ് കണ്ടത്. പക്ഷെ ഒരു നാട്ടിൽ വിജയത്തിൻ്റെ ആഘോഷമേ അവർക്ക് ഉത്സവമല്ല, മറിച്ച് തോറ്റുപോയവൻ്റെ, പരാജയപ്പെട്ടു പോയവൻ്റെ മടങ്ങി വരവാണ് ഉത്സവം. ആ നാടിന്, ആ ഭാഷയ്ക്ക്, ആ സംസ്കാരത്തിന്, ആ ജനതയ്ക്ക് തോറ്റുപോയവൻ തിരിച്ചു വരുന്നതിലാണ് ഉത്സവം കണ്ടെത്തുന്നത്. അവർക്ക് വിജയമല്ല. അതുകൊണ്ടാണ് ആ ജനത ആര് ചവിട്ടിത്താഴ്ത്തിലും ഇരുളിൻ പാതാളത്തിൽ ഒരിക്കലും ഏതോ പൂർവ്വസ്മരണയിൽ ആഹ്ലാദത്തിൻ ലോകത്തെത്തും മാനവ ഹൃദയമെന്നുള്ളിലും പുറത്തും പാടുന്ന ആ ജനത ചവിട്ടിത്താഴ്ത്തി വിജയിച്ച വാമനന്റെ പാദത്തെ അല്ല, മറിച്ച് പരാജയപ്പെട്ട് പാതാളത്തിലേക്ക് മടങ്ങിപ്പോയവന്റെ തിരിച്ചുവരവിനെ, പാതാളത്തിൽ നിന്നും മനുഷ്യ മനസ്സുകളിലേക്ക് തിരിച്ചു വരുന്ന മഹാബലിയെ തങ്ങളുടെ ദേശീയോത്സവത്തിന്റെ കൊടിയടയാളമായി കാണുന്ന ആ ജനത ഞാനും നിങ്ങളുമാണ്, മലയാളികളാണ്. വേറെ എവിടെയും തോറ്റുപോകുന്നത് സങ്കടമെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും, കേരളത്തിൽ സമ്മതിക്കില്ല. കാരണം വീണുപോയവന്റെ തിരിച്ചുവരവിനെ ദേശീയോത്സവം എന്ന് പ്രഖ്യാപിച്ച ഈ ലോകത്തിലെ ഒരേ ഒരു ജനതയുടെ പിൻപറ്റുന്നവനാണ് ഞാൻ. വീണുപോയവന്റെ മടങ്ങിവരവിനേക്കാൾ വലിയ ആഘോഷമില്ല എന്ന് പ്രഖ്യാപിച്ചതാണ് മലയാളി. പരാജയം എന്നത് നിങ്ങൾ കരുതുന്നത് പോലെ അത്ര മോശം കാര്യമല്ല. തോറ്റുപോകുന്നവർക്ക് മാത്രമാണ് വിജയിക്കാൻ അവസരങ്ങൾ ഉണ്ടാവുക എന്നതാണ് സത്യം. വീണുപോകുന്നവന്റെ മടങ്ങിവരവുകളാണ് ചരിത്രം കണ്ടത്. പണ്ട് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ കാഷ്വൽ ആർട്ടിസ്റ്റ് ആകാൻ യോഗ്യനല്ലെന്ന് ആകാശവാണി പ്രഖ്യാപിച്ചതാണ് ദാസേട്ടൻ. സൂറിച്ചിലെ സർവകലാശാലയിൽ IQ കുറവുള്ളത് കൊണ്ട് അഡ്മിഷൻ കൊടുക്കാതെ മടക്കി അയച്ചവന്റെ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നാണ്. നിന്റെ ശബ്ദവും രൂപവും കൊള്ളില്ല, അതുകൊണ്ടൊരു മാധ്യമ സ്ഥാപനത്തിൽ നിനക്ക് ജോലിയില്ലെന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ മടക്കി അയച്ചു. 9ാമത്തെ വയസ്സിൽ മോളസ്റ്റ് ചെയ്യപ്പെട്ടവളാണ്. 12 വയസ്സിനുള്ളിൽ 13 വയസ്സിൽ ഗർഭിണിയായവളാണ്. അവളുടെ പേര് ഓപ്ര വിൻഫ്രി എന്നാണ്. ചരിത്രം തിരസ്കരിക്കപ്പെട്ടവരുടേതാണ്, ദ സോ കോൾഡ് വിജയികളുടേതല്ല. പരാജയപ്പെട്ടു പോയവരുടേതാണ് ഈ ലോകത്തിന്റെ വിജയത്തിന്റെ യഥാർത്ഥ വസ്യത്ത്. ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കാൻ കഴിയുന്നത് തോറ്റുപോയവർക്കാണ്. തോറ്റുപോകും തോറുമാണ് തോൽവി എന്നത് അത്ര വലിയൊരു കാര്യമല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. 25 വർഷം ആഘോഷിക്കുന്ന അശ്വമേധത്തിൽ എന്ന പൗർണമി നേരെയാണ് ഇത്രയും നേരം തുറന്ന് സംസാരിച്ചത്. വളരെ വലിയ സന്തോഷം. മനസ്സ് ആണ് 2AM അല്ലേ? മനസ്സാണ് 2AM.
മനസ്സ് തന്നെയാണ് അഗ്നികുണ്ഡങ്ങൾ ഉണ്ടാക്കുന്നത്. മനസ്സ് തന്നെയാണല്ലോ വലിയ മഴകളും പെയ്യിക്കുന്നത്, അല്ലേ? നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അഗ്നികുണ്ഡങ്ങൾ ഉണ്ടാകട്ടെ. അതിനു മുന്നോടിയായി കൊളുത്തി വെച്ച ഒരു കൊച്ചു ചെരാതാണ് ഈ പറഞ്ഞ വാക്കുകൾ. നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരുപാട് മഴകളും പെയ്യട്ടെ. അതിന് മുന്നോടിയായി ഒഴുക്കിയ ഒരു തുള്ളി കണ്ണുനീരാണ് ഈ പങ്കിട്ട വാക്കുകൾ. നിങ്ങളുടെ സ്നേഹ മഴയ്ക്ക് കയ്യക്ഷരത്തിൻ്റെ കണ്ണുനീരും നിങ്ങളുടെ വിജയത്തിൻ്റെ മഹാഗ്നിക്ക് എൻ്റെ വാക്കിൻ്റെ മൺവിളക്കും പകരം തന്ന് ആഹ്ലാദത്തോടെ ക്ഷണിച്ചതിന് നന്ദി, സന്തോഷം, സ്നേഹം.